ക്വസ്റ്റ്യൻ എന്ന യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലക്ഷ്മണശാന്തി എന്നുള്ള പാഠഭാഗം നമുക്ക് പഠിച്ചതാണ്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ തൊട്ടടുത്ത പാഠം ഋതിയോഗം എന്നുള്ള പാഠത്തെക്കുറിച്ചാണ് നമ്മൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഋതിയോഗം എന്ന് പറയുന്ന ആ പാഠഭാഗത്തെക്കുറിച്ച് ഞാൻ പറയാം. നമ്മുടെ മഹാഭാരതത്തിലെ ശാകുന്തളം കഥയെ ആസ്പദമാക്കി നമ്മുടെ കാളിദാസൻ എഴുതിയൊരു നാടകമാണ് അഭിജ്ഞാനശാകുന്തളം. ഈ അഭിജ്ഞാനശാകുന്തളം സംസ്കൃതത്തിലാണ് കാളിദാസൻ എഴുതിയത്. കാളിദാസൻ്റെ ഭാവന ഏറ്റവും കൂടുതൽ തെളിഞ്ഞ് പ്രകാശിക്കുന്ന ഒരു നാടകമാണ് അഭിജ്ഞാനശാകുന്തളം. ഈ അഭിജ്ഞാനശാകുന്തളം നാടകം ഒരുപാട് പേര്, ധാരാളം പേര്, അതായത് A.R. രാജരാജവർമ്മ, കേരളവർമ്മ വലിയൊരു തമ്പുരാൻ, ആറ്റൂർ കൃഷ്ണപിഷാരടി തുടങ്ങിയവർ പല പേരുകളിൽ വിവർത്തനം ചെയ്തു. ഒരുപാട് വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു നാടകമാണ് അഭിജ്ഞാനശാകുന്തളം. ഈ അഭിജ്ഞാനശാകുന്തളം നാടകത്തെ A.R. രാജരാജവർമ്മ മലയാള ശാകുന്തളം എന്ന പേരിൽ വിവർത്തനം ചെയ്തു. ആ മലയാള ശാകുന്തളം നാടകത്തിലെ 7ാം അംഗമാണ് ഋതിയോഗം എന്ന പേരിൽ നമ്മൾ പഠിക്കുന്നത്. ഋതിയോഗം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഈ നാടകത്തിൻ്റെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇത് ഋതിയോഗം എന്ന് പറയുന്ന വാക്ക് സൂചിപ്പിക്കുന്നത് വസന്തകാലത്തെ. അപ്പോൾ ഇതിലെ കഥ ഞാനൊന്ന് ചുരുക്കി പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു കാളിദാസൻ്റെ ഭാവന ഏറ്റവും കൂടുതൽ തെളിഞ്ഞ് പ്രകാശിക്കുന്ന ഒരു നാടകമാണ് ഇത് അഭിജ്ഞാനശാകുന്തളം. ഈ അഭിജ്ഞാനശാകുന്തളം നാടകത്തെ A.R. രാജരാജവർമ്മ, അതായത് കേരള പാണിനി എന്ന് പറയുന്ന വ്യാകരണ ഗ്രന്ഥം എഴുതിയതിനാൽ A.R.ന് കേരള പാണിനി എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടാറുണ്ട്. കേരള പാണിനി അതായത് A.R. രാജരാജവർമ്മ മലയാള ശാകുന്തളം എന്ന പേരിൽ വിവർത്തനം ചെയ്തതിൻ്റെ 7ാം അംഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഈ അംഗത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ഈ നാടകത്തിലെ 1ാം അംഗം തുടങ്ങുന്നതും ഒരു ആശ്രമ പരിസരത്തിലാണ്. അതുപോലെ തന്നെ 7ാം അംഗം അവസാനിക്കുന്നതും ഒരു ആശ്രമ പരിസരത്തിലാണ്. ഇതിലെ കഥ നിങ്ങൾക്കറിയാം, ശകുന്തള എന്നതാണ്. ശകുന്തളയും ദുഷ്യന്തനും സർവ്വധമനനുമാണ് നമ്മൾ ഈ പഠിക്കുന്ന ഭാഗത്തെ കഥാപാത്രങ്ങളായിട്ട് കടന്നു വരുന്നത്. ശകുന്തള നിങ്ങൾക്കറിയാം, ഈ കഥയിൽ ശകുന്തള എന്ന് പറയുന്നത് വിശ്വാമിത്രൻ്റെയും മേനകയുടെയും മകളായിട്ടാണ് ജനിക്കുന്നത്. ജനിച്ചു കഴിഞ്ഞുകൊണ്ട് കുട്ടിയെ അവരെന്തെങ്കിലും കാട്ടിൽ ഉപേക്ഷിക്കുന്ന കുട്ടിയെ ശകുന്ത പക്ഷികൾ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ കുട്ടിക്ക് ശകുന്തള എന്ന് പേരിടുന്നത്. ഈ കുട്ടി ഒരിക്കൽ വനത്തിലൂടെ നടന്നു വരുന്ന കണ്ണു മഹർഷി ഈ കുട്ടിയുടെ കരച്ചിൽ കേൾക്കും. ഈ കുട്ടിയെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി ആശ്രമത്തിൽ വെച്ച് ഈ കുട്ടി ആശ്രമത്തിൻ്റെ ആ ഒരു മനോഹാരിതയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വളരും. ആ ആശ്രമത്തിൻ്റെ നിർമ്മലതയും അതുപോലെ തന്നെ പരിശുദ്ധിയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ശകുന്തള വളരുന്നത്. ഈ ശകുന്തള ഭയങ്കരമായിട്ട്, അതായത് വൃക്ഷങ്ങളെയും ചെടികളെയൊക്കെ ഭയങ്കരമായി സ്നേഹിക്കുന്നു. അതുപോലെ മാൻകുട്ടി, ദീർഘാപാങ്കൻ എന്ന് പറഞ്ഞൊരു മാൻകുട്ടി ഇതിനകത്ത് കടന്നു വരുന്നുണ്ട്. വനദോസനം എന്ന് പറഞ്ഞൊരു മുല്ലവള്ളി. ഇവർക്കൊക്കെ അതിരാവിലെ ഇവർക്കൊക്കെ വെള്ളം കൊടുത്തതിന് ശേഷം മാത്രമേ ശകുന്തള വെള്ളം കുടിക്കാറുള്ളൂ. ഇവർക്ക് പൂക്കളും തളിരിലകളും ഒക്കെ ചൂടാൻ വളരെയധികം ഇഷ്ടമുണ്ടെങ്കിൽ ഇവർ ഒരിക്കൽ പോലും എന്ത് ചെയ്യാറില്ല, അതിന് ശ്രമിക്കാറില്ല. കാരണം അവർക്ക് അതിന് വേദനിക്കുമോ എന്നുള്ള ഉത്കണ്ഠ ആർക്കൊണ്ടുള്ളിൻ്റെ ഉള്ളിൽ ശകുന്തളയ്ക്കും. ശകുന്തളയ്ക്ക് 2 തോഴിമാരുണ്ട്, അനസൂയ, പ്രിയമല. എപ്പോഴും മിക്കവാറും സമയങ്ങളിലൊക്കെ കണ്ണു മഹർഷി തപസ്സിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കായിട്ട് ആശ്രമത്തിന് പുറത്ത് പോകാറുണ്ട്. ഇങ്ങനെ ആശ്രമത്തിന് പുറത്ത് പോകുന്ന ഒരു അവസരത്തിൽ ശകുന്തള സഖിമാരോടൊപ്പം ആശ്രമത്തിൽ കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഇവർ വനത്തിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന സമയത്ത് നായാട്ടിന് വേണ്ടിയിട്ട് ദുഷ്യന്ത മഹാരാജാവ് ആ കാട്ടിൽ വരികയും അവിടെ വെച്ച് ശകുന്തളയെ കണ്ടുമുട്ടുകയും ചെയ്യും. ശകുന്തളയെ കണ്ടുമുട്ടുമ്പോഴത്തേക്ക് അതീവ സുന്ദരിയാണ് ശകുന്തള. പെട്ടെന്ന് തന്നെ ശകുന്തളയും ദുഷ്യനും തമ്മിൽ കാണാൻ ഇടയാവുന്നു. വല്ലാത്തൊരടുപ്പം അവർക്ക് തമ്മിൽ ഉണ്ടാകുന്നു. കടന്നു പോകുന്ന ദുഷ്യനെ കാലിൽ മുള്ളുകൊണ്ട് എന്നുള്ള വ്യാജേന ശകുന്തള തിരിഞ്ഞു നോക്കുന്നതായിട്ടുള്ള ഭാഗമൊക്കെ വളരെ മനോഹരമായ രീതിയിൽ കാളിദാസൻ വർണ്ണിച്ചിട്ടുണ്ട്. ഇവർക്ക് തമ്മിൽ ഒരു മാനസികമായിട്ടുള്ള അടുപ്പം ഉണ്ടാകുന്നു. അവസാനം എന്ത് ചെയ്യുന്നു, ദുഷ്യന്തൻ ഗാന്ധർവ വിധിപ്രകാരം ശകുന്തളയെ വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ അടിയന്തരമായിട്ട് ഒരു കൊട്ടാരത്തിൻ്റെ സന്ദേശം എത്തിയതുകൊണ്ട് ദുഷ്യന്തൻ ഉടനെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ദുഷ്യന്തൻ ഒരു മുദ്രമോതിരം ശകുന്തള അണിയിക്കുന്നു. ഞാൻ കൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ഞാൻ എന്തായാലും തിരിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ശകുന്തളയെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ടാണ് ദുഷ്യന്തൻ പോകുന്നത്. കുറച്ച് നാൾ കഴിയുന്നു. ശകുന്തള ഏത് സമയം ദുഷ്യന്തൻ്റെ വിചാരങ്ങളിൽ മുഴുകിയിരിക്കുന്നു. ഇങ്ങനെ ഒരു ദിവസം ആശ്രമത്തിൽ ദുഷ്യന്തൻ്റെ വിചാരങ്ങളിൽ മുഴുകിയിരിക്കുന്ന ശകുന്തള പരിസരത്ത് എന്താണ് നടക്കുന്നതെന്നൊന്നും അറിയാതെ തീവ്രമായിട്ട് ദുഷ്യന്തനെ ചിന്തിച്ചിരിക്കുന്നു. ഈ സമയത്ത് ദുർവാസാവ് മഹർഷി ആശ്രമത്തിലേക്ക് കടന്നു വരുന്നു. പക്ഷേ ദുർവാസാവ് മഹർഷി വരുന്നതോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും ദുഷ്യന്തനെ മാത്രം ചിന്തിച്ചിരിക്കുന്ന ശകുന്തള അറിയുന്നത്. നിങ്ങൾക്കറിയാം, ദുർവാസാവ് മഹർഷി ഭയങ്കര ദേഷ്യക്കാരനാണ്. അതായത് ദേഷ്യം വന്നാൽ തന്നെ അദ്ദേഹം അടുത്ത ചെയ്യുന്നതൊക്കെ ശപിക്കുക എന്നുള്ളതാണ്. ദുർവാസാവ് മഹർഷി കടന്നു വരുന്നു. ശകുന്തള അറിയുന്നില്ല. ദുർവാസാവിന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരുന്നു. ദുർവാസാവ് മഹർഷി ശകുന്തളയെ ശപിക്കും. ഈ ശപിക്കുന്നത്, നീ ആരെയാണോ ഓർത്തുകൊണ്ടിരിക്കുന്നത് ആ ഓർത്തുകൊണ്ടിരിക്കുന്ന ആൾ നിന്നെ മറന്നു പോകട്ടെ. ഈ പറയുന്നതും ആരും അറിയുന്നില്ല, ശകുന്തള അറിയുന്നില്ല. തിരിച്ചു പോകുന്ന ദുർവാസാവ് മഹർഷി. പക്ഷേ ദുർവാസാവ് മഹർഷിയുടെ ഈ ശാപവാക്കുകൾ തൻ്റെ തോഴിമാരായ അനസൂയയും പ്രിയമതയും കൊടുക്കും. അവർക്ക് ഈ വാക്ക് കേൾക്കുന്നത് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാകുന്നു. അവർ ദുർവാസാവ് മഹർഷിയുടെ കാലിൽ വീണ് ഒരു ശാപമോക്ഷത്തിലേക്ക് അപേക്ഷിക്കും. ദുർവാസാവ് മഹർഷി പറയുന്നത്, ഞാൻ ശാപമൊക്കെ സാധനമായി തിരിച്ചെടുക്കാറില്ല, എങ്കിലും നിങ്ങളുടെ ഈ ഭയങ്കരമായിട്ടുള്ള സങ്കടം കേട്ട് ഞാൻ അതിന് ഒരു ശാപമോക്ഷം തരികയാണ്. എന്തെങ്കിലും അടയാളം
ശകുന്തള ദുഷ്യന്തനെ കാണിച്ചാൽ ഓർമ്മ വരും ദുഷ്യന്തന് ഓർമ്മ. ഒടുവിൽ സഖിമാർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. അവരെന്ത് ചെയ്യുന്നില്ല, ഇത് ഒരിക്കലും ആരോട് പറയുന്നില്ല, ശകുന്തളയോട് പറയുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ മനസ്സ് കൂടുതൽ വേദനിക്കും. മാത്രമല്ല ഒരു അടയാളം അവരുടെ കയ്യിലുണ്ട്, ശകുന്തളയുടെ കയ്യിൽ. ഈ ഒരു കാരണം കൊണ്ട് അവർ ഭയങ്കരമായിട്ട് ആശ്വസിക്കുന്നു സഖിമാർ. കുറച്ച് ദിവസങ്ങൾ കഴിയുന്നു. താതകണ്ണ് ആശ്രമത്തിലേക്ക് മടങ്ങി വരുന്ന സമയത്തുള്ള ഒരു അശരീരി മുഖാന്തരം ഈ വിവരങ്ങളെല്ലാം ആരറിയുന്നു? കണ്ണമഹർഷി അറിയുന്നു. കണ്ണമഹർഷി ഭയങ്കരമായ സന്തോഷം ഉണ്ടാകുന്നു. തിരിച്ചു വരുമ്പോഴാണ് ശകുന്തള ഗർഭിണിയാണെന്നുള്ള വിവരമൊക്കെ അറിയുന്ന സമയത്ത് ഇനി അവൾ ആശ്രമത്തിൽ ഒരിക്കലും ആശ്രമത്തിൻ്റെ ആ രീതി അനുസരിച്ച് ശകുന്തള ആശ്രമത്തിൽ താമസിക്കാൻ കഴിയില്ല എന്നതിനാൽ ഗൗതമി എന്ന് പറയുന്ന ഒരു മഹർഷിയും അതുപോലെ തന്നെ ശാർഗരവൻ, ശാരദൻ തുടങ്ങിയ മുനികുമാരന്മാരുമായിട്ട് ഇവളെ എവിടേക്ക് അയക്കാനുള്ള ആശ്രമത്തിലേക്ക് അയക്കുന്നു. ആശ്രമത്തിൽ പോകുന്ന ആ ഭാഗമൊക്കെ വളരെ മനോഹരമായിട്ട്, 4-ാം അങ്കമാണത്, വളരെ മനോഹരമായിട്ട് തന്നെ എല്ലാവരും, അതുപോലെ AR രാജരാജവർമ്മയിലും കാളിദാസനൊക്കെ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ആശ്രമത്തിലേക്ക് പോകുന്നു. അതിന് മുമ്പ് തന്നെ കുറേ അനുഗ്രഹങ്ങളൊക്കെ കണ്ണമഹർഷി കൊടുക്കുന്നുണ്ട്. ഈ അനുഗ്രഹങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ശകുന്തള ആശ്രമത്തിലേക്ക് പോകുന്ന വഴിക്ക് എന്ത് ചെയ്യുന്നു, വഴിയിൽ വെച്ച് ഒരു തടാകത്തിൽ ഇറങ്ങി കൈയും കാലും മുഖമൊക്കെ കഴുകുന്ന അവസരത്തിൽ കയ്യിൽ കിടക്കുന്ന മുദ്രമോതിരം ഊരിപ്പോകും. പക്ഷേ ഇത് ആരറിയുന്നില്ല, ശകുന്തള അറിയുന്നില്ല. ശകുന്തള നേരെ എന്ത് ചെയ്യുന്നു, കൊട്ടാരത്തിലേക്ക് എത്തുന്നു. നിങ്ങൾക്കറിയാം, ശാപം കാരണം ഒരിക്കലും ആർക്ക് ഓർക്കാൻ കഴിയില്ല, ദുഷ്യനെ മഹാരാജാവിനെ ഓർക്കാൻ കഴിയില്ല. അവിടെ ചെല്ലുന്ന ശകുന്തളയെ ശകുന്തളയെ പരിചയപ്പെടുന്ന സമയത്ത് അല്പം പോലും പരിചയഭാവം ആര് കാണിക്കുന്നില്ല, ദുഷ്യന്തൻ കാണിക്കുന്നില്ല. വളരെയധികം സങ്കടപ്പെട്ട് നിലവിളിക്കുന്ന സമയത്ത് അമ്മയായ മേനക എന്ത് ചെയ്യുന്നു, അപ്സരസാണ് വന്ന് മകളെ എന്ത് ചെയ്യുന്നു, മകളെ കൂട്ടിക്കൊണ്ടുപോയി കാശ്യപാശ്രമത്തിൽ കൊണ്ടാക്കുക. കാശ്യപാശ്രമത്തിൽ ശകുന്തള താമസിക്കുന്നു. കുറേ നാളുകൾ കഴിയുന്ന സമയത്ത് ഒരു മുക്കുവൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ മീൻ പിടിക്കുന്ന സമയത്ത് ഈ മോതിരം വീങ്ങിയ മത്സ്യത്തെ കിട്ടുന്നു. മത്സ്യത്തിൻ്റെ വയറ് കീറുന്ന സമയത്ത് ഈ മോതിരം ആ മുക്കുവന് കിട്ടുകയും രാജാവിൻ്റെ കിങ്കരന്മാർ ഇത് മനസ്സിലാക്കുകയും ഈ മുക്കുവന് രാജസന്നിധിയിൽ ഹാജരാക്കുകയും. ഈ സമയത്ത് ഈ മോതിരം കാണുന്ന അവസരത്തിൽ ദുഷ്യന്റെ കാര്യങ്ങളെല്ലാം ഓർമ്മ വരും. പക്ഷെ കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നുവെങ്കിലും ശകുന്തള വളരെയധികം കരയുന്നുവെങ്കിലും ശകുന്തളയെ കണ്ടെത്താൻ കഴിയില്ല. വളരെയധികം മാനസിക വ്യഥയിൽ വളരെ ദുഃഖിതനായിട്ട് രാജാവ് കഴിയുന്നു. നാളുകൾ കുറേ കഴിയുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നാളുകൾ കുറേ കഴിയുന്നു. ഈ സമയത്താണ് ദേവാസുര യുദ്ധം നടക്കുന്നത്. ദേവാസുര യുദ്ധത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് മാതിരി ദേവേന്ദ്രൻ്റെ പേരാളിയാണ് മാതിരി. അപ്പോൾ വളരെ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യണം, ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, മനസ്സ് പഴയ രീതിയിലാവും. അപ്പോൾ ഈ വളരെ വേദനിച്ചിരിക്കുന്ന ദുഷ്യന്തന് ഈ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടി മാതിരി ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക് വരികയും ദുഷ്യന്തനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെട്ട് ദേവാസുരത്തിൽ കൊണ്ടുപോയി. ദേവാസുരത്തിൽ എന്ത് ചെയ്യുന്നു, വളരെ വിജയകരമായിട്ട്, അതായത് വളരെ പണിപ്പെടാതെ തന്നെ ആ യുദ്ധത്തിൽ ദുഷ്യന്തന് ആരെ വിജയിപ്പിക്കാൻ കഴിയുന്നു, ഇന്ദ്രനെ വിജയിപ്പിക്കാൻ കഴിയും. വിജയശ്രീലാളിതനായിട്ട് മാധവിയോടൊപ്പം ഭൂമിയിലേക്ക് വരുന്ന ദുഷ്യന്തൻ മാധവിയുടെ അഭ്യർത്ഥന പ്രകാരം കാശ്യപാശ്രമത്തിൽ താമസിക്കുന്നതിന് വേണ്ടിയിട്ട് കാശ്യപാശ്രമത്തിൽ വന്ന് കശ്യപ മഹർഷിയെയും പെട്ടെന്ന് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ രണ്ട് താമസിമാരും അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ദൂരെ ഒരു കുട്ടിയെ കാണുന്നു. ആ കുട്ടിയുടെ പേര് സർവ്വധമനാണ്. ആ കുട്ടിയും ഇപ്പോൾ രണ്ട് താമസിമാർ. ആശ്രമത്തിൽ അശോക മരത്തിന് സമീപത്തായിട്ടിരിക്കുന്ന സമയത്ത് രാജാവ് ദൂരേക്ക് നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച എന്നാൽ രണ്ട് താപസിമാരും ഒരു കുട്ടി. ആ കുട്ടിയുടെ പേര് സർവ്വധമനം. ആ കുട്ടിയും ഇങ്ങനെ ആ കുട്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒരു സിംഹക്കുട്ടിയെ വിളിച്ച സിംഹത്തെ ഇങ്ങനെ പഠിച്ചു പോകുന്നത് ബാക്കിയായിട്ടുള്ള പല്ലെണ്ണ. ആ പല്ലെണ്ണുന്ന സമയത്ത് താമസി പറയുന്നുണ്ട്, മോനെ അത് ചെയ്യരുത്, അത് പാടില്ല, ആശ്രമമാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ കുട്ടി എന്ത് ചെയ്യുന്നത്, കുട്ടി ചെയ്തുകൊള്ളും. കുട്ടിക്ക് നിസ്സാര ഭാവമാണ്. കുട്ടി ഇങ്ങനെ ചിരിച്ചും കളിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ആ സിംഹക്കുട്ടിയുടെ വായിൽ പല്ലൊക്കെ എണ്ണാൻ ശ്രമിക്കും.
എണ്ണ സംബന്ധ സമയത്ത് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് രാജാവിന് വളരെയധികം ഇഷ്ടമുള്ള കുട്ടിയോട് ആ കുട്ടിയെ തന്നെ ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്ത് അറിയാതൊരു വാത്സല്യം, പുത്രവാത്സല്യം പോലെയുള്ള ഒരു വാത്സല്യം രാജാവിന് ആരോട് തോന്നുന്നു, ഈ കുട്ടിയോട് തോന്നും. ഏത് കുട്ടിയെ തന്നെ വളരെയധികം നീ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. താമസിച്ച് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്, നീ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കുട്ടി ഒന്നും അനുസരിക്കുന്നില്ല. അടുത്ത സമയത്ത് പറയുകയാണ്, നീ ഒരു കാര്യം നമുക്ക് വേറൊരു കളിക്കോപ്പ് തരാം, നീ ഈ സിംഹക്കുട്ടിയെ വിളിക്കാൻ പറയും. അപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ നീ എന്ത് ചെയ്യാം, അടുത്ത താമസിച്ച് പറഞ്ഞ് നീ ആശ്രമിച്ചെന്ന് നീ എന്ത് ചെയ്യുക, ആ മൺമയിലിനെ എടുത്തു കൊടുക്കുക, അത് എഴുതി കൊടുക്കുക. പെട്ടെന്ന് താമസി ഒന്നാം താമസിയും സർവ്വധമനിന് മാത്രമേ. അത് കഴിഞ്ഞിട്ട് വീണ്ടും സർവ്വധമൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഈ കുട്ടിയെ തന്നെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണ്. നിരീക്ഷിക്കുന്ന സമയത്ത് രാജാവിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടം തോന്നുന്നു ഈ കുട്ടിയോട്. ഈ കുട്ടി തന്നെ മകനായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കും. അപ്പോൾ കുറച്ച് സമയം കഴിയുന്നു. എന്നിട്ട് എന്തെങ്കിലും ആ താമസി എന്ത് ചെയ്യണം, താമസി വീണ്ടും ഈ കുട്ടിയോട് പറയുകയാണ്. അപ്പോൾ പറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, കുട്ടി താമസിയുടെ വാക്കുകളെ ശ്രദ്ധിക്കുന്നില്ല. വീണ്ടും തൻ്റെ പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുക. കുറച്ച് സമയം കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, താമസി പെട്ടെന്ന് അപ്പോൾ എന്നിട്ട് കുറച്ച് സമയം മുമ്പ് താമസി ആ മൺമയിലിനെയും കൊണ്ട് വരികയാണ്. മൺമയിലിനെയും കൊണ്ട് വരുമ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യുന്നു, ഈ മയിലിനെ വാങ്ങിക്കുന്നതുകൊണ്ട് കൈ ഇങ്ങനെ നീക്കുന്നു. ഈ കൈ നീട്ടുന്ന സമയത്ത് പെട്ടെന്ന് ആ കുട്ടിയുടെ കൈകളിലേക്ക് രാജാവ് നിൽക്കും. നോക്കുന്ന സമയത്ത് ആ കൈകളിൽ ഒരു ചക്രവർത്തി ലക്ഷണം രാജാവ് വന്നു. അപ്പോൾ പെട്ടെന്ന് രാജാവിന് വീണ്ടും അതിശയം തോന്നുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ആ താമസി ആരെ വിളിക്കുകയാണ്, ദുഷ്യന്തൻ. തൻ്റെ സമീപത്തേക്ക് വരുന്നതിന് വേണ്ടി ദുഷ്യന്തനെ വിളിക്കുകയും ദുഷ്യന്തൻ സമീപത്തേക്ക് ചെന്നിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യുന്ന കുട്ടി പെട്ടെന്ന് തന്നെ രാജാവിനെ അനുസരിക്കുന്നു. വലിയ അനുസരണമുള്ള കുട്ടിയായിട്ട് ആ സിംഹത്തെ വിളിച്ചിട്ട് രാജാവിൻ്റെ സമീപത്തേക്ക് ചേർന്ന് നിൽക്കുന്നു. ഈ സമയത്ത് വേറൊരു അത്ഭുതം സംഭവിക്കുന്നു. ഈ കുട്ടിയുടെ അരയിൽ രക്ഷ എടുക്കുന്നു. ആ രക്ഷ പെട്ടെന്ന് അഴിഞ്ഞു പോകുമ്പോൾ അത് എടുക്കരുത് എന്ന് താമസി പറയുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, രാജാവ് ഈ രക്ഷ എടുക്കുന്നു. ഈ രക്ഷ എടുക്കുന്ന സമയത്ത് ഒന്നും സംഭവിക്കുന്നു. അപ്പോൾ താമസി ഭയങ്കരമായ അതിശയം ഉണ്ടാകും. അപ്പോൾ രാജാവ് താമസിയോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഈ രക്ഷ എടുക്കരുതെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ താമസി പറയാണ്, ഈ കുട്ടിക്ക് ഈ രക്ഷ കാശ്മീർ മഹർഷി ജാതക കർമ്മ സമയത്ത് കെട്ടിക്കൊടുത്തതാണ്. അപ്പോൾ പറഞ്ഞിരുന്നു, ഇത് അച്ഛനോ അമ്മയോ കുട്ടിയോ അല്ലാതെ വേറെ ആരെങ്കിലും ഈ രക്ഷ എടുത്താൽ ആ രക്ഷ എന്തെങ്കിലും പാമ്പായി മാറും. പക്ഷെ രാജാവ് രക്ഷ എടുത്തപ്പോൾ യാതൊരു വിധമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായി. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായത്, പെട്ടെന്ന് താമസിക്കാരുടെ കാര്യം മനസ്സിലായി, രാജാവും കുട്ടിയും തമ്മിൽ ഒരു എന്താണ് ഈ ദുഷ്യന്തൻ ആര് തന്നെയാണ് കുട്ടിയുടെ അച്ഛനാണ് എന്നുള്ള സത്യം താമസിമാർക്ക് മനസ്സിലാവുന്നു. താമസി ഉടൻ തന്നെ എന്തെങ്കിലും ഇവര് ശകുന്തള അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ആശ്രമത്തിനകത്തേക്ക് പോകുന്നു. ഈ വാക്കുകൾ ആദ്യം കേൾക്കുമ്പോൾ ശകുന്തളയ്ക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇത്രയും നാൾ ഞാൻ ഇതിന് പൂജയും വ്രതവുമായിട്ടൊക്കെ ഇരുന്നിട്ടും ഞാൻ എന്താണ് നടക്കണമെന്ന് വിചാരിച്ച് അത് ഇതുവരെയും നടന്നില്ല എന്നൊക്കെ പറയുന്നു. ദുഷ്യന്തൻ എന്ത് ചെയ്യുന്നു, കുട്ടിയോടുകൂടി എവിടേക്ക് പ്രവേശിക്കുന്ന ആശ്രമത്തിനകത്തേക്ക്. അപ്പോൾ ഈ സമയത്ത് മാതിരി കടന്നു വരുന്നു. പിന്നെ ആരുടെ അനുവാദം കിട്ടി, കശ്യപ മഹർഷിയുടെ അനുവാദം കിട്ടി. വരുന്ന സമയത്ത് മാതിരിക്ക് കാര്യങ്ങളെല്ലാം ബോധ്യമാകുന്നു. ഞാൻ ഇവിടെ ഈ കാശ്യപാശ്രമത്തിൽ വന്നതുകൊണ്ട് അങ്ങേക്ക് പുത്രദർശനവും ഭാര്യദർശനവും സാധ്യമായല്ലോ എന്ന് കഴിഞ്ഞ് രാജാവ് വളരെയധികം സന്തോഷിക്കുന്നു. പുത്രനെ കൂട്ടിക്കൊണ്ട് കാശ്യപാശ്രമത്തിനകത്തേക്ക് പോവുകയാണ് ദുഷ്യന്തൻ ചെല്ലുന്നത്. അവിടേക്ക് ചെല്ലുന്നു. വളരെ മോശമായ വേഷത്തിൽ വളരെ ദുഃഖിതയായിട്ട് വ്രതമൊക്കെ എടുത്ത് മെലിഞ്ഞ ശകുന്തളയെ കാണുന്ന അവസരത്തിൽ അവളൊരു പതിവ്രതയാണ് എന്നുള്ള യാഥാർത്ഥ്യം ആർക്ക് ബോധ്യം വരുന്നു, ദുഷ്യന്തന് ബോധ്യം വരുന്നു. വളരെയധികം മനസ്സിൽ ഭയങ്കരധികം സന്തോഷം ഉണ്ടാകുന്നു. ക്ഷത്രിയ രാജാവും ധനുഷനും ഒക്കെ ആണെങ്കിലും അദ്ദേഹം ആരുടെ ശകുന്തളയുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കുകയാണ്. ഞാൻ ചെയ്ത അപരാധമാണ്, ഞാൻ ഈ ദുർവാസാവിൻ്റെ ശാപം മൂലം എനിക്ക് സംഭവിച്ചതാണ്, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. ശകുന്തള വളരെ വിനയാന്യതയായിട്ട് രാജാവിനോട് പറയുന്നു, അങ്ങനെയല്ല തെറ്റ് ചെയ്തത്, ഞാനാണ് തെറ്റ് ചെയ്തതെന്നൊക്കെ പറയുന്നു. ഇവരെന്ത് ചെയ്യുന്നു, ഇവർ കൂടിച്ചേരും. ഈ കൂടിച്ചേരുന്ന സമയത്ത് അപ്പോൾ ഇവരുടെ കൂടിച്ചേർച്ചയാണ് ഈ പാഠഭാഗത്തിൽ ഋതുയോഗം എന്ന പേര് കൊടുക്കാനുള്ള കാരണം. ഋതുയോഗം എന്ന് പറയുന്നത് നമുക്കറിയാം വസന്തകാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പിരിഞ്ഞിരുന്ന, അതായത് ദുഷ്യന്തനും ശകുന്തളയും പിരിഞ്ഞതിന് ശേഷം വളരെ കാലത്തിന് ശേഷം കണ്ടുമുട്ടുന്നത്. ഈ കണ്ടുമുട്ടുന്ന സമയം അവരുടെ ജീവിതത്തിൽ ഒരു വസന്തകാലത്തെയാണ് കൊടുക്കുന്നത്. വളരെയധികം സന്തോഷമാണ്. പുത്രനെയും ഭാര്യയും കൂട്ടി കശ്യപ മഹർഷിയുടെ സമീപത്തേക്ക് പോകുന്നു. കശ്യപ മഹർഷിക്ക് വളരെയധികം സന്തോഷമാകുന്നു. കശ്യപ മഹർഷിയും അതിഥിയും ആരെ അനുഗ്രഹിക്കുന്നു, ദുഷ്യന്തനെയും ശകുന്തളയെയും അനുഗ്രഹിക്കുന്നതോടുകൂടിയാണ് പാഠഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ 7ാം അംഗമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ നാടകീയ മുഹൂർത്തങ്ങൾ, ഏറ്റവും കൂടുതൽ ഈ നാടകത്തിന് മുന്നിട്ട് വരുന്നത് നാടകീയ മുഹൂർത്തമാണ്. ഈ കഥ, ഞാൻ ഈ പറഞ്ഞ കഥയ്ക്ക് ഈ നാടകത്തിലെ ഈ ഭാഗത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതിനകത്തുള്ള ഓരോ കഥാപാത്രങ്ങളും സർവ്വധമനാണെങ്കിലും സർവ്വധമൻ എന്നുള്ള കഥാപാത്രം ആരെയും ഭയപ്പെടാത്ത ഒരു കഥാപാത്രമാണ് സർവ്വധമൻ. ആരെയും കീഴ്പ്പെടുത്താൻ കഴിവുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് സർവ്വധമനൻ എന്ന പേര് കൊടുത്തിരിക്കുന്നത്. സർവ്വധമൻ എന്നുള്ള കഥാപാത്ര നിരൂപണം. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് 15 ശ്ലോകങ്ങളാണ് പഠിക്കുന്നത്. ഈ 15 ശ്ലോകങ്ങളിൽ ഒരു 6-7 ശ്ലോകങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ
കഥാപാത്രത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ സർവ്വധമനൻ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ കഥാപാത്ര നിരൂപണം പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്നു. അപ്പോൾ നമുക്ക് 15 ശ്ലോകങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ 15 ശ്ലോകങ്ങൾ വളരെ ബുദ്ധിമുട്ടുള്ള ശ്ലോകങ്ങളൊന്നുമല്ല. ഏകദേശം ഇപ്പോൾ ഈ ഭാഗം നിങ്ങൾ ഏതായാലും നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ ഇതിനകത്ത് കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾ വെച്ചുകൊണ്ട് ഇത് ആര് പറഞ്ഞു, ഇത് ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞത്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത് ഒന്നോട് ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ഈ പാഠഭാഗത്തോട് ബന്ധപ്പെട്ട് ചോദിക്കുന്നത് ഇത് ആരാണ് പറഞ്ഞത്, ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്, ഈ സന്ദർഭം ഏതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം നന്നായിട്ട് വായിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റൂ. അതുപോലെ തന്നെ ശ്ലോകങ്ങൾ വളരെ ചില ശ്ലോകങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ശ്ലോകങ്ങളുണ്ട്, ബുദ്ധിമുട്ടില്ലാത്ത ശ്ലോകങ്ങൾ. അപ്പോൾ നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും, നമുക്ക് ശകലം ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. അതുപോലെ തന്നെ ഒരു എസ്സേ പോയി നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് ഹൃദയം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഹൃദയോഗം എന്ന് പറയുമ്പോൾ ശീർഷകത്തിൻ്റെ ഔചിത്യം ചിലപ്പോൾ പഠിച്ചോളും. അപ്പോൾ ശീർഷകത്തിൻ്റെ ഔചിത്യം എന്നത് നമുക്ക് ജീവിതത്തിൽ ഒരു വളരെ മോശമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാവുകയും ആ അവസ്ഥ മാറി പഴയ രീതിയിലേക്ക് നമ്മുടെ ജീവിതം എത്തപ്പെടുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യമാണ്. നമുക്ക് 6 ഋതുക്കളാണ്. ആ 6 ഋതുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഋതു ഏതാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാലം വസന്തകാലം. അപ്പോൾ ഋതുയോഗം എന്ന് പറയുന്ന വാക്ക് എന്തിനാണ് സൂചിപ്പിക്കുന്നത്, വസന്തകാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ വസന്തകാലത്തെ സൂചിപ്പിക്കുന്ന ആ ഋതുയോഗം എന്ന് പറയുന്ന പേര് എന്തുകൊണ്ടാണ് ഈ നമ്മൾ പഠിക്കുന്ന പാഠഭാഗത്തിന് കൊടുത്തത്. ആ പാഠഭാഗം അതായത് ഋതുയോഗം എന്നതിൻ്റെ ഔചിത്യം എന്താണ്, ആ ഔചിത്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കും. അതുപോലെ സർവ്വധമനൻ എന്ന കഥാപാത്രത്തിൻ്റെ കഥാപാത്രം കിട്ടുക. അതുപോലെ തന്നെ ദുഷ്യന്തൻ, ശകുന്തള എന്നീ കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾ, ദുഷ്യന്തൻ്റെ വാക്കുകളുടെ പ്രത്യേകത, ഒരു ക്ഷത്രിയ രാജാവ് എന്ന നിലയിൽ ശരിക്കും ഉചിതമായ രീതിയിലാണ് ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി നമുക്ക് പാഠഭാഗത്തിൽ നിങ്ങൾക്കറിയാം, പാഠഭാഗം നിങ്ങൾ വായിച്ചു നോക്കണം. വായിച്ചു നോക്കുന്ന സമയത്ത് ഏകദേശം 10ാമത്തെ പേജിലാണ് ഈ ഋതുയോഗം എന്ന് പറയുന്ന പാഠഭാഗം വരുന്നത്. അതായത് കുറേ ആദ്യം ഈ നാടകത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നാടകമാണ് കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം. ശാകുന്തള ഉപാഖ്യാനത്തെ ആസ്പദമാക്കിയാണ് ഈ കൃതി രചിച്ചത്. മലയാള ശാകുന്തളം എന്ന പേരിൽ AR രാജരാജവർമ്മ ഇതെന്ത് ചെയ്തു, മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു. ഇത് പല കേരള ശാകുന്തളം എന്നും ഭാഷാ ശാകുന്തളം എന്നൊക്കെ പേരിൽ ഒരുപാട് പേര് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഏകദേശം 35ഓളം എൻ്റെ ഓർമ്മയിൽ ഒരുപാട് പേര് വിവർത്തനം ചെയ്തിട്ടുള്ള ഒരു നാടകമാണ് കാളിദാസൻ്റെ അഭിജ്ഞാന ശാകുന്തളം. ഈ കൃതിയിൽ 7ാം അംഗത്തിൽ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, തുടങ്ങുന്നതും ആശ്രമ പരിസരത്താണ്, അതുപോലെ തന്നെ അവസാനിക്കുന്നതും ആശ്രമ അന്തരീക്ഷത്തിലാണ് ഇത് അവസാനിക്കുന്നത്. അടുത്തത് ഹസ്തനപുരത്തിലെ രാജാവാണ് ഒരു ദുഷ്യന്തൻ. ഈ ദുഷ്യന്തൻ എന്ത് ചെയ്യുന്നു, ഗാന്ധർവ വിധിപ്രകാരം ആര് വിവാഹം കഴിക്കുന്നു, ശകുന്തള വിവാഹം കഴിക്കുന്നു. ദുർവാസാവിൻ്റെ ശാപത്താൽ ആര് മറന്നു പോകുന്നു, ദുഷ്യന്തൻ ശകുന്തളയെ മറന്നു പോകുന്നു. കണ്ണൂർ ശിഷ്യന്മാരോടൊപ്പം രാജധാനിയിലെത്തിയ ഗർഭിണിയായ ശകുന്തള ആര് ഓർമ്മയില്ലാത്തതിനാൽ, ദുഷ്യന്തൻ ഓർമ്മയില്ലാത്തതിനാൽ അപമാനിതയായിട്ട് തിരിച്ചയക്കുന്നു. ഈ തിരിച്ചയക്കപ്പെടുന്ന ശകുന്തള എന്ത് ചെയ്യുന്നു, ആരാണ് ഉപേക്ഷിക്കപ്പെട്ടവളാണ്, ഭർത്താവിനാലും ഉപേക്ഷിക്കപ്പെട്ടവളായ ഇവള് മാതാവ് ഈ സമയത്തുള്ള കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. ആര് വരുന്നുണ്ട്, മേനക എന്ന് പറഞ്ഞാൽ മേനകയുടെയും ആരുടെയും മകനാണ്, വിശ്വാമിത്രൻ്റെയും മകളാണ് ശകുന്തള. മേനകയോടൊപ്പം എവിടെ എത്തുന്നു, കാശ്യപാശ്രമത്തിൽ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ദേവാസുര യുദ്ധം കഴിഞ്ഞ് മടങ്ങും വഴി ദുഷ്യന്തൻ എവിടെ എത്തുന്നു, കാശ്യപാശ്രമത്തിൽ എത്തുകയും ആരെ കണ്ടുമുട്ടുകയും ചെയ്യുന്നു, ശകുന്തളയെ കണ്ടുമുട്ടുകയും ചെയ്യുന്നതാണ് പാഠം. അപ്പോൾ ഇതിനകത്ത് 1-2 ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ആരാണ്, AR രാജരാജവർമ്മയുടെ എന്താണ്, AR രാജരാജവർമ്മയുടെ മലയാള ശാകുന്തളം. ARൻ്റെ മലയാള ശാകുന്തളമാണ് നമ്മൾ പഠിക്കുന്നത്. മലയാള ശാകുന്തളം. മലയാള ശാകുന്തളമാണ് നമ്മൾ പഠിക്കുന്നത്. 7ാം അംഗമാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ പാഠഭാഗം വായിച്ചു നോക്കണം. ആദ്യം തന്നെ സർവ്വധമനനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് സർവ്വധമനൻ്റെ കുട്ടിയെടുത്ത് പറയുന്നത്, നീ എന്താണ് അരുതുണ്ണി ചാപല്യം കാണിക്കരുത്, ജാതി സ്വഭാവം വന്നു പോകുന്നുവല്ലോ. ജാതി സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ആരാണ്, ക്ഷത്രിയനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷത്രിയ കുട്ടിയൊക്കെ എന്താണ് ആരോട് പേടിയില്ല, സിംഹകുട്ടിയോടൊന്നും പേടിയില്ല, വന്നു പോകുന്നു. രാജാവ് പെട്ടെന്ന് കേട്ടതാണ്, പക്ഷെ നാടകമാകുമ്പോഴത്തേക്ക് എന്താണ് അഭിനയങ്ങളൊക്കെ എന്താണ് ആ അഭിനയഭാവമൊക്കെ മുഖത്ത് തെളിഞ്ഞു വരണം. ഇവിടെ അഭിനയം വിനയത്തിൻ്റെ ഓപ്പോസിറ്റാണ് അഭിനയം വരുന്നതല്ല. പിന്നെ ആരോടാണ് നിരോധിക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ സാധാരണ നമുക്കറിയാം ആശ്രമമാകുമ്പോൾ ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ്. ആ ശാന്തമായ അന്തരീക്ഷത്തിൽ ആരാണ് അത് ചെയ്യരുത് എന്നൊക്കെ നിരോധിക്കുന്നത്. അടുത്തത് ശബ്ദം കേട്ടതായിട്ട് നടിച്ചിട്ട് നിങ്ങൾക്കറിയാം അഭിനയിക്കാൻ പെട്ടെന്ന് രാജാവ് ഇന്ത്യൻ ചെവി വെച്ച ശബ്ദം കേട്ടതായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഏതാണ് ഈ ബാലൻ പിന്തുടരുന്ന താപസന്മാരെ ഒട്ടും വകവയ്ക്കുന്നില്ലല്ലോ, ഇവനാകട്ടെ. ഇനി അടുത്തൊരു ശ്ലോകമാണ്, ശ്ലോകം ഞാൻ വായിക്കാം. മുലപാതി കുടിച്ചു നിൽക്കവേ ഗളരോമങ്ങൾ പിടിച്ചുലച്ചിത ബലമൊടു വലിച്ചിടുന്നിതേ കളിയാടാനൊരു സിംഹബാലനെ. മുലപാതി, അപ്പോൾ എന്ത് സിംഹത്തിൻ്റെ കുട്ടി സിംഹത്തിൻ്റെ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നത്, മുലപാതി കുടിച്ചതിന് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗളരോമങ്ങൾ, ഗളം എന്ന് പറയുന്നത് കഴുത്തിലെ രോമങ്ങൾ,
നമുക്ക് സട എന്നൊക്കെ നമ്മൾ പറയാം. ആ ഗളരോമങ്ങൾ പിടിച്ചു വലിച്ച് തൻ്റെ സമീപത്തേക്ക് കൊണ്ടുവരികയാണ് ആ ഒരു കുട്ടി. ഗളരോമങ്ങൾ പിടിച്ചു വലിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ കുട്ടി സിംഹക്കുട്ടി തന്റെ സമീപത്തേക്ക് കൊണ്ടുവരിക. ഈ സർവ്വധമനൻ ആരെ പിടിച്ചു വലിച്ചെടുക്കുകയാണ്? ഈ സിംഹക്കുട്ടി തന്റെ സമീപത്തേക്ക് പിടിച്ചു വലിക്കണം. ആ വരികൾ നോക്കിക്കോളും. മുലപാതി കുടിച്ചു നിൽക്കവേ. നമുക്കറിയാം സിംഹക്കുട്ടി ആരുടെ കയ്യിൽ നിന്ന്? സിംഹത്തിന്റെ നിന്ന് പാല് കുടിച്ചുകൊണ്ടിരിക്കും. ഈ പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ സർവ്വധമനൻ ഓടിച്ചെന്ന സിംഹക്കുട്ടിയെ പിടിച്ച് വലിച്ച് ആരുടെ സമീപത്തേക്ക്? തന്റെ സമീപത്തേക്ക് കൊണ്ടുവരും. അടുത്ത വരുന്ന നോക്കിക്കോളാം. ഗളരോമങ്ങൾ പിടിച്ചു വെച്ചത്. ഗളരോമങ്ങൾ നമുക്കറിയാം, ഗളങ്ങൾ കഴുത്തിന് ചുറ്റും നമുക്കറിയാം. സിംഹത്തിനെ കണ്ടിട്ടുണ്ടോ? ആ സിംഹക്കുട്ടിയുടെ ഈ രോമങ്ങൾ പിടിച്ച് വലിച്ച്, അപ്പോൾ ഈ വലിച്ച് പിടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ സിംഹക്കുട്ടിയെ തൻ്റെ സമീപത്തേക്ക് കൊണ്ടുവരുന്നത്. ബലമോട് വലിച്ചെടുത്ത് മനസ്സിലാവും. ബലമോട് വളരെ ബലത്തോടു കൂടിയാണ്, നമുക്ക് കൈ വെച്ചിങ്ങനെ പിടിച്ച് വലിച്ചാണ് ആര് കൊണ്ടുവരുന്നത്? ഈ സർവ്വധമനൻ സിംഹക്കുട്ടിയെ കൊണ്ടുവരും. കളിയാടാനൊരു, നമ്മളൊക്കെ സാധാരണ സിംഹക്കുട്ടി വെച്ചാണ് കളിക്കുന്നത്. അപ്പോൾ അത്ര ക്ഷത്രിയ ഭാവം ആരിലുണ്ട്? ആ കുട്ടിയിലുണ്ട്. അതുകൊണ്ട് പിടിച്ച് വലിച്ചുകൊണ്ട് തൻ്റെ സമീപത്തേക്ക് കൊണ്ടുവരികയാണ് ആര്? സർവ്വധമനൻ. എന്തിന്? കളിയാടാൻ, കളിക്കുന്നതിന് വേണ്ടി. എനിക്ക് കളിക്കാൻ ആരെ വേണം? സിംഹക്കുട്ടിയെ വേണം. അപ്പോൾ സർവ്വധമനെ പരിചയപ്പെട്ടല്ലോ. എന്താണ് ആ കുട്ടിയുടെ പ്രകൃതമെന്നൊക്കെ. ഇനി അപ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലായോ? പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന സിംഹക്കുട്ടിയുടെ കഴുത്തിലെ കഴുത്തിൻ്റെ ആ ഭാഗത്ത് പിടിച്ചു വലിച്ച്, ബലത്തോടു കൂടി പിടിച്ചു വലിച്ച് തൻ്റെ സമീപത്തേക്ക് കൊണ്ടുവരികയാണ് ആര്? സർവ്വധമനൻ. എന്തിനു വേണ്ടിയിട്ടാണ്? കളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർവ്വധമനൻ ആരെ കൊണ്ടുവരുന്നത്? ഈ സിംഹക്കുട്ടിയെ കൊണ്ടുവരും. ഇനി അടുത്തത്, രാജാവ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു? മേൽ പറഞ്ഞ പ്രകാരം ബാലന് താമസിമാരും പ്രവേശിച്ചു. അണിയറയിലാണ് ഈ സംഭവം നടക്കുന്നത്. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു? രംഗത്തേക്ക് വരികയാണ്. അടുത്തത്, ബാലൻ. വായ് പൊളിക്കും സിംഹക്കുട്ടി, നിന്റെ പല്ല് ഞാൻ എണ്ണട്ടെ. സിംഹക്കുട്ടിയുടെ വായ് ഇങ്ങനെ വലിച്ചു തുറന്നുകൊണ്ട് എന്ത് ചെയ്യണം? ആ ബാലൻ ആരുടെ വാക്യത്തുള്ള സിംഹത്തിന്റെ വാക്യ, ആ സിംഹക്കുട്ടിയുടെ വാക്യത്തുള്ള പല്ല് എണ്ണാൻ ശ്രമിക്കുകയാണ് ബാലൻ. അത് പെട്ടെന്ന് പറയാണ്. ഒന്നാം താപസി. 2 താപസിമാരാണുള്ളത്. പേര് പറഞ്ഞിരിക്കുന്നത് ഒന്നാം താപസി, 2ാം താപസി. ചണ്ടിത്തം കാണിക്കരുത്. ചണ്ടിത്തം എന്ന് പറഞ്ഞാൽ വിട്ടുതരം. നീ എന്താ വികൃതി കാണിക്കരുത്. നീ വികൃതി ഒന്നും ഇവിടെ കാണിക്കരുത്. വാക്കിന്റെ അർത്ഥം എഴുതി വെച്ചോളാം. ചണ്ടിത്തരം നീ വികൃതി തരം കാണിക്കരുത്. നീ വികൃതി ഒന്നും കാണിക്കരുത്. ഞങ്ങൾ മക്കളെ പോലെ വളർത്തുന്ന മൃഗങ്ങളെ ഉപദ്രവിക്കുന്നു. ഞങ്ങൾ ആരെപ്പോലെയാണ് ഇവരെ വളർത്തുന്നത്? ആശ്രമത്തിൽ മൃഗങ്ങളൊക്കെ ആർക്ക് തുല്യമാണ്? മക്കൾക്ക് തുല്യമാണ്. ഞങ്ങൾ മക്കളെ പോലെ വളർത്തുന്ന ഈ സിംഹക്കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങളെ ഉപദ്രവിക്കുന്നു. നിന്റെ തുനിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നും കാണിക്കാമെന്നുള്ള ഒരു, എനിക്കെല്ലാം ചെയ്യാൻ പറ്റും, കാണിക്കാമെന്നുള്ള നിന്റെ തുനിവ് കുറെ കൂടി പോകുന്നു. അത് എന്തും എനിക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു തൻ്റെ ഇടം. ആ തുനിവ് കുറച്ച് കൂടി പോകുന്നു. സർവ്വധമനൻ എന്ന് മഹർഷി നിനക്ക് പേരിട്ടത് ശരി തന്നെ. അവിടെ വരച്ചിട്ടുള്ള എന്താണ്? എല്ലാത്തിനെയും അടക്കി നിർത്തുന്നവൻ എന്നാണ്. ഏത് വാക്കിന്റെ അർത്ഥം? സർവ്വധമനൻ. എല്ലാത്തിനെയും അടക്കി നിർത്തുന്നവൻ സർവ്വധമനൻ. ചിലപ്പോൾ പരീക്ഷയിൽ ചോദിക്കാം എന്തുകൊണ്ടാണ് സർവ്വധമനൻ. അപ്പൊ ആര് പേടിയില്ല, എല്ലാവരെയും തന്നെ വലിക്ക് നിർത്താനുള്ള ഒരു സാമർഥ്യം ആർക്കുണ്ട്? ഈ കുട്ടിക്കുണ്ട്. അത് ഉള്ളത് കൊണ്ടാണ് ഈ കുട്ടിക്ക് എന്ത് പേര് കൊടുത്തത്? സർവ്വധമനൻ. വരച്ചിട്ടുള്ള പരീക്ഷയ്ക്ക് ചോദിക്കും സർവ്വധമനൻ, എല്ലാത്തിനെയും അടക്കി നിർത്തുന്നവൻ. ആ അടക്കി നിർത്താനുള്ളൊരു കഴിവ് ആർക്കുള്ളതുകൊണ്ട്? ഈ കുട്ടിക്കുള്ളത് കൊണ്ടാണ് ഈ കുട്ടിക്ക് ഏത് പേര് കൊടുത്തത്? സർവ്വധമനൻ. അപ്പോൾ സർവ്വധമനൻ എന്ന് പേരിട്ടത് നമുക്ക് ഉചിതമായ രീതിയിൽ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം എന്തുകൊണ്ടാണ് താപസി ഇങ്ങനെ പറയാനുള്ള കാരണം. സർവ്വധമനൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ഒരു സ്കോറിന് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണെന്ന് മനസ്സിലാക്കിയല്ലോ. അടുത്തത്, രാജാവ്. എന്താണ് ഈ ബാലനെ കണ്ടിട്ട് എനിക്ക് പുത്രനെ പോലെ സ്നേഹം തോന്നുന്നത്? ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. കണ്ടപ്പോഴൊന്നും എനിക്ക് എന്ത് തോന്നിയിട്ടില്ല? ഒരു പുത്ര സ്നേഹം തോന്നിയിട്ടില്ല. പക്ഷേ ഈ കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് എന്ത് തോന്നുന്നു? അറിയാതെ ഒരു പുത്ര സ്നേഹം തോന്നുന്നു. എന്താണ് അതിന് കാരണം? പുത്രസ്നേഹം തോന്നും. പുത്രൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. എനിക്ക് മക്കളൊന്നുമില്ല, മാത്രമല്ല ഞാൻ ഭാര്യയൊക്കെ പിരിഞ്ഞിരിക്കുന്ന ഒരു അവസരമാണ്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ആരോട് ഇത്രമാത്രം ഇഷ്ടം തോന്നുന്നത്, ഈ കുട്ടിയോട് ഇത്രമാത്രം ഇഷ്ടം തോന്നുന്നു. ഈ സമയത്ത് 2ാം താപസി കടന്നു വരികയാണ്. ആ സന്ദർഭങ്ങളൊക്കെ ശ്രദ്ധിച്ചോളാം. ആദ്യം ഈ കുട്ടിയുടെ അടുത്ത് 1ാം താപസിയാണ് ഉണ്ടായിരുന്നത്. ഈ സമയത്ത് ആരോടെ കടന്നു വരുന്നു? 2ാം താപസിയോടെ കടന്നു വരുന്നു. സർവ്വധമന, നീ ഈ സിംഹക്കുട്ടിയെ വിട്ടില്ലെങ്കിൽ അതിന്റെ തള്ള നിന്റെ നേരെ ചാടി വീഴുമേ. നീ ഈ കുട്ടിയെ വിട്ടില്ല എങ്കിൽ തൊട്ട് സമീപത്തായിട്ട് ആര് നിൽപ്പുണ്ട്? തള്ള സിംഹം നിൽപ്പുണ്ട്. ആ തള്ളസിംഹം ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യും? നിന്റെ പുറത്തേക്ക് ചാടി വീഴും എന്ന് കുട്ടിയെ ഭയപ്പെടുത്തി. അങ്ങനെയെങ്കിലും ആരെ വിടിയിക്കാൻ വേണ്ടി? ഈ സിംഹക്കുട്ടിയെ വിടിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രമാണ് ആര് പ്രയോഗിക്കുന്നത്? താപസി പ്രയോഗിക്കും. എന്നാൽ ഈ കുട്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവരെയും അടക്കി നിർത്താനുള്ള ഒരു കഴിവുണ്ട്. കൂസു അല്പം പോലെ തന്നെ ഒട്ടും പരിഭ്രമവും ഇല്ലാതെ പറയാൻ, സർവ്വധമന, നീ ഈ സിംഹക്കുട്ടിയെ വിട്ടില്ലെങ്കിൽ തള്ള നിന്റെ നേരെ ചാടി വീഴുമേ. ബാലൻ ചിരിച്ചോണ്ട് പറയാണ്, അപ്പ വലിയ പേടി തന്നെ. ചുണ്ട് പ്രവൃത്തി കാണിക്കും. നിങ്ങൾക്കറിയാം, ഒരു പോസ്റ്റ് കാണിക്കുകയാണ്. ആരെ? താപസി. ചുണ്ട് ഇങ്ങനെ പ്രവൃത്തി കാണിക്കണം. ഓ, എനിക്കിതിനെ പേടിയൊന്നും, ഇതെന്നെ എന്ത് ചെയ്യും? ഒന്നും ചെയ്യും എന്നുള്ള രീതിയിൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ചുണ്ട് പ്രവൃത്തി ആരെ കാണിക്കുന്നു? താപസിയെ കാണിക്കും. ഇനി അടുത്തത് രാജാവ്. ഇനി അടുത്തൊരു ശ്ലോകമാണ്, നോക്കണം. എരിയാൻ വിറകിഞ്ഞു കാത്തിടും
പൊരിയായുള്ളൊരു ഹവ്യവാഹനന് ശരിയായി നിനച്ചിടുന്നു ഞാൻ പെരിയോർക്കുള്ളൊരു വീരബാലനെ. ഒന്നുകൂടെ ഞാൻ വായിക്കാം. എരിയാൻ വിറകിന്നു കാത്തിടും പൊരിയായുള്ളൊരു ഹവ്യവാഹനന് ശരിയായി നിനച്ചിടുന്നു ഞാൻ പെരിയോർക്കുള്ളൊരു വീരബാലനെ. ആളി കത്താൻ വേണ്ടി വിറക് ഒരു തീപ്പൊരി കാത്തു കിടക്കുന്നത് പോലെ. നമുക്കറിയാം, ആളി കത്താൻ ഒരു നല്ല നല്ല വെയിലത്തല്ല ഉണങ്ങിയ വിറകിനകത്ത് എന്ത് ചെയ്യും, നമ്മൾ ഒരു തീപ്പൊരി ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യും, ആ വിറക് ആളിക്കത്തും. അതുപോലെ അതായത് ആളിക്കത്താൻ വിറക് കാത്തു കിടക്കുന്ന തീക്ക് തുല്യമാണ് ആര്? ഈ ബാലൻ, സദൃശനായ ഈ ബാലൻ. അപ്പോൾ ഈ ബാലൻ നിങ്ങൾക്കറിയാം, അഗ്നി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, എല്ലാത്തിനെയും ചുട്ടുകരിച്ച് അതിനെന്താണ്, അതിനെ പവിത്രമാക്കുന്നത്. അപ്പോൾ അഗ്നിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പവിത്രതയാണ് നമ്മളൊക്കെ സങ്കല്പിക്കുന്നത്. അതുപോലെ എന്താണ് ഈ കുട്ടിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? എരിയാൻ വിറകിന് കാത്തിടും. ആളി കത്തുന്നതിന് വേണ്ടി വിറക് എന്നാൽ ഒരു തീപ്പൊരിയെ കാത്തു കിടക്കുന്നത് പോലെ അതിന് സദൃശനാണ് ആര്? അതിന് തുല്യനാണ് ഈ ബാലൻ. അപ്പോൾ എന്നിട്ട് പറയാം, ഈ ബാലൻ ഒരു സാധാരണക്കാരനല്ല. ഈ ബാലനെ കണ്ടാൽ തന്നെ അറിയാം, ഒരു തേജസ്സുള്ള മുഖം, ആരും പേടിയില്ല, നല്ല തലയെടുപ്പൊക്കെയുള്ള ഈ കുട്ടിയെ കണ്ടാൽ തന്നെ അറിയാം ഈ കുട്ടി നിസ്സാരക്കാരനായിട്ടുള്ള ഒരാളിൻ്റെ മകനല്ല. പിന്നെ ആരാണ്? തേജസ്വിയായ, തൊട്ടടുത്ത് വരി നോക്കിക്കോണം, പെരിയോർക്കുള്ളൊരു വീരബാലനെ. ഏതോ മഹാപുരുഷൻ, പെരിയവൻ എന്ന് പറഞ്ഞാൽ ഏതോ വലിയവൻ, ഏതോ തേജസ്വിയായ മകൻ്റെ വീരബാലൻ. വീരബാലൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വീരപുത്രനാണ്. ഏതോ തേജസ്വിയായിട്ടുള്ള ഏതോ ഒരാളിൻ്റെ പുത്രനാണ് ആര്? ഈ കുട്ടി. അപ്പോൾ രണ്ട് കാര്യങ്ങൾ രാജാവിന് മനസ്സിലാവുന്ന, കുട്ടിയെ ഏതിനോടാണ് ഉപമിച്ചിരിക്കുന്നത്? തീക്ക് തുല്യം. അത്രമാത്രം അല്ലെ, ആ തീക്ക് സദൃശനായിട്ടുള്ളവനും മാത്രമല്ല ഈ കുട്ടിയെ കാണുമ്പോൾ തന്നെ അറിയാം ഈ കുട്ടി ആരല്ല? നിസാരക്കാരനല്ല. ഈ കുട്ടി ആരാണ്? മഹാനായ ഏതോ ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ ഏതോ മഹാപുരുഷന്റെ പുത്രനാണ് എന്നുള്ള കാര്യം ആര് മനസ്സിൽ ചിന്തിക്കുന്നു? രാജാവ് മനസ്സിൽ ചിന്തിക്കുന്നു. അപ്പോൾ ഒന്നാം ശ്ലോകവും രണ്ടാം ശ്ലോകവും വായിച്ച് അതിൻ്റെ ആശയം എടുക്കാൻ പറ്റില്ല. വളരെ എളുപ്പമുള്ളതാണ്. ഇതൊന്നും വളരെ ബുദ്ധിമുട്ടുള്ളതൊന്നും അല്ല. മനസ്സിലാവൂലേ? അടുത്തത് ഒന്നാം താമസി പറയാണ്, കുഞ്ഞെ ഈ സിംഹകുട്ടിയെ വിട്ടേക്കും, നിനക്ക് കളിക്കാൻ വേറൊന്നത്. അപ്പോൾ ഇനി എന്താണ്, ഇനി കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യണം? അവരുടെ ആ ദുശാഠ്യത്തിൽ നിന്ന് മാറ്റണമെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള വേറൊരു കളിക്കോപ്പ് ആർക്ക് കൊടുക്കണം? കുട്ടികൾക്ക്. അപ്പോൾ കളിക്കോപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചാൽ, ആ ഒരിക്കലും പറ്റിച്ചാൽ അത് കേൾക്കുന്ന ആളല്ല ആര്? സർവ്വധമൻ. സർവ്വധമൻ എന്ത് ചെയ്യണം? ആ കളിപ്പാട്ടം കൊടുക്കാമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എന്താണ്? കൊടുത്താലേ ആര് വിടുകയുള്ളൂ? ഈ സിംഹകുട്ടിയെ വിടിയിട്ടു. അടുത്ത ബാലൻ എവിടെ തരും? കൈ മലർത്തി കണ്ടു. എനിക്ക് കളിപ്പാട്ടം എന്താന്ന് പറയുന്നത് കുട്ടി എന്നുണ്ടെങ്കിൽ കൈ നീട്ടി ആരുടെ മുന്നിൽ കാണിക്കുകയാണ് താമസിക്കുന്നത്. കുട്ടിയെ കാണിക്കുന്നത് രാജാവ് നോക്കിയിട്ട് ആശിക്കും. ഇത് കണ്ടപ്പോൾ രാജാവ് ഭയങ്കര ആശിക്കും. കൈകൾ നീട്ടി കാണിച്ചപ്പോൾ ദൂരം കൊണ്ട് രാജാവ് ആരുടെ കൈകളിലേക്ക് നോക്കി? ഈ കുട്ടിയുടെ കൈകളിലേക്ക് നോക്കി. കൈകളിലേക്ക് നോക്കിയപ്പോഴാണ് രാജാവിന് ഭയങ്കര അതിശയം തോന്നിയത്. രാജാവ് ഇങ്ങനെ കുട്ടിയുടെ കൈ കാണും. ഇവന്റെ കയ്യിൽ ചക്രവർത്തി ലക്ഷണം കാണുന്നുണ്ടല്ലോ. ശരിക്കും ആശ്രമത്തിലാണ് താമസിക്കുന്നത്. സാധാരണ മഹർഷി ബാലന്മാരാണ് ഇവിടെ താമസിക്കുന്നത്, ആശ്രമത്തിൽ താമസിക്കുന്നത്. സാധാരണ രാജാവിൻ്റെ മക്കളൊന്നും ഇവിടെ താമസിക്കാറില്ല, ആശ്രമത്തിലൊന്നും താമസിക്കാറില്ല. പക്ഷേ ഇവൻ്റെ കയ്യിൽ എന്ത് കാണുന്നുണ്ട്? ചക്രവർത്തി ലക്ഷണം കാണുന്നു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ ശ്ലോകം നോക്കിക്കോണം. കളിക്കോപ്പ് ഏൽക്കാനായി. കളിക്കോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആരും താമസി എന്ത് കൊടുക്കാന്ന് പറഞ്ഞു? ഒരു കളിക്കോപ്പ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആ കളിക്കോപ്പ് വാങ്ങിക്കുന്നതിന് വേണ്ടി ആര് കൈ നീട്ടി? കുട്ടി കൈ നീട്ടി. അപ്പോൾ ആ നീട്ടിയ സമയത്താണ് ആര് കാണുന്നത്? ദുഷ്യന്ത മഹാരാജാവ് ആരുടെ കൈ കാണുന്നത്? കുട്ടിയെ. കളിക്കോപ്പ് ഏൽക്കാനായി കുതുകമോട് നീട്ടിന കരം. കളിക്കോപ്പ് വാങ്ങിക്കുന്നതിന് വേണ്ടി വളരെ കൗതുകത്തോട് നീട്ടിന കരം. കരം എന്നത് നിങ്ങൾക്കറിയാം, കരം. വിളക്കി ചേർത്തോണം വിരലില്ല. വിളക്കി ചേർക്കുക നമ്മൾ എന്ത് ചെയ്യും? മാലയൊക്കെ പൊട്ടിപ്പോയി നമ്മൾ എന്ത് ചെയ്യും? അത് യോജിപ്പിക്കും. വിളക്കി ചേർക്കുക അടുപ്പിച്ചടുപ്പിച്ച് വിരലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്, അടുപ്പിച്ച് വെച്ചിരിക്കുന്നത്. വിളക്കി ചേർത്തോണം വിരലില്ല വിരലിൻ്റെ നിറം. അങ്ങനെയാണ് വിഗ്രഹം. വിരലിൻ്റെ അടുപ്പിച്ച് ആരുടെ വിരലിൻ്റെ നിര വെച്ചിട്ടുണ്ട്? കുട്ടിയുടെ. അപ്പോൾ ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ നോക്കുന്നത് കൈക്ക് അല്പം പോലും വിടവില്ലാതെ ആ വിരലുകൾ ഇങ്ങനെ വിളക്കി ചേർത്തതുപോലെയാണ് കാണുന്നത്. വിളക്കി ചേർത്തോണം വിരലിൻ്റെ നിര. ഞെരുങ്ങി തൊടുകയാ. ഞാൻ പറയേണ്ടത് നമുക്ക് ഞെരുങ്ങി തൊടുക, ഞെരുങ്ങി അല്ലെ. നമ്മളൊരു ബെഞ്ചിൽ ഒരു 5 പേർ ഇരിക്കാനുള്ള ബെഞ്ചിൽ ഒരു 8, 9, 10 പേരിരുന്നാൽ എപ്രകാരമാണോ അതുപോലെ ഞെരുങ്ങിയാണ് ആരുടെ കൈവിരലുകൾ കാണപ്പെടുന്നത്? കുട്ടി. അപ്പോൾ മനസ്സിലാവുമല്ലോ എന്താണ് കളിക്കോപ്പ് വാങ്ങിക്കുന്നതിന് വേണ്ടി വളരെ കൗതുകത്തോടുകൂടി ആര് കൈ നീട്ടി? കുട്ടി കൈ നീട്ടി. കൈയുടെ ആ പ്രത്യേകത എന്താണ്? വിളക്കി ചേർത്തതുപോലെയും എന്താണ്? ഞെരുങ്ങി തൊടുക. വിരലുകൾ എങ്ങനെയാണ്? ഞെരുങ്ങിയാണ് കാണപ്പെടുന്നത്. വിരൽ നിര ഞെരുങ്ങി തൊടുകയാൽ. വിളങ്ങുന്നു രാഗം. രാഗം എന്ന് പറഞ്ഞാൽ ഇവിടെ വാക്യം നമ്മൾ വേറെ രാഗം, പാട്ടിലൊക്കെ രാഗം പഠിച്ചിട്ട് ഇവിടെ തന്നെ ചുവപ്പ് നോക്കുമ്പോൾ കയ്യിൽ നല്ല ചുവന്ന രാഗം, വാക്കിനർത്ഥം ചുവപ്പ്. വിളങ്ങുന്നു രാഗം. ഭൃശമേഴും ഉഷസ്സിൽ, അതായത് നല്ലതുപോലെ എന്താണ്? ഒരു ഉഷസ്സിൽ, പ്രഭാതത്തിൽ. ഭൃശമേഴും ഉഷസ്സിൽ. ദലകുലം ഇതളുകളുടെ കൂട്ടം.
അപ്പോൾ നല്ല മഞ്ഞൊക്കെ ഉള്ള ഒരു പ്രഭാതത്തിൽ ഇങ്ങനെ എന്താണ് ഈ എന്താണ് പൂക്കളുടെ ഇതളുകൾ, ആ ഇതളുകൾ നിങ്ങൾക്കറിയാം ഇങ്ങനെ വിരിഞ്ഞ് മഞ്ഞ വിരിയൊക്കെ വീണിങ്ങനെ ഇരിക്കും. അങ്ങനെയുള്ള ആ എന്താണ് ഇതളുകളുടെ കൂട്ടം. ഭൃശമേഴും ഉഷസ്സിൽ, ഉഷസ് പ്രഭാതം. ഭൃശം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് നല്ലതുപോലെ എന്താണ് ഇങ്ങനെ വിരിഞ്ഞ്, അതായത് ഇങ്ങനെ ഇതളുകളൊക്കെ ഇങ്ങനെ അല്പം അല്പം വിരിഞ്ഞ് നിൽക്കുന്ന എന്താണ് പൂക്കളുടെ ഇതളുകളുടെ ഒരു കൂട്ടം പോലെ ആർക്ക് കാണപ്പെട്ടു? ആ കുട്ടിയുടെ കയ്യെ രാജാവിന് കാണപ്പെട്ടു. വിളങ്ങുന്നു രാഗം ഭൃശമേഴും ഉഷസ്സിൽ ദലകുലം. എന്താണ് ഇതൾ, കൂട്ടം, ഇതളുകളുടെ കൂട്ടം. തെളിഞ്ഞിടാതൊന്നാൾ വിടരുമൊരു തണ്ടാർ മലര് പോലെ. നിങ്ങൾക്കറിയാം നമ്മൾ രാവിലെയൊക്കെ പൂക്കൾ കാണുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ മലർന്നു പോകും, ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വിടുന്നത് അല്ലേ? തണ്ടാർ എന്താണ് താമരപ്പൂവ്. അധികം വിടരാതെ ഇങ്ങനെ ഇതളുകളൊക്കെ ഇങ്ങനെ അല്പം ഇങ്ങനെ ഒന്ന് വിടർന്നു നിൽക്കുന്ന മനോഹരമായ ഒരു താമര പൂവിനോടാണ് രാജാവ് ആരുടെ കൈകൾ ഉപമിച്ചിരിക്കുന്നത്? കുട്ടിയുടെ കൈ ഉപമിച്ചത്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എന്താണ് ചേർന്നിരിക്കുന്ന വിരലുകൾ, മനസ്സിലായി അല്ലേ? അപ്പോൾ എന്താണ് എന്തുപോലെയാണ് അവൻ്റെ കൈയുടെ ഇതളുകൾ ഇങ്ങനെ മലർക്കെ എന്താണ് വിടർന്നിട്ടില്ല, ഇതളുകൾ ഇങ്ങനെ മലർക്കെ വിരിഞ്ഞിട്ടില്ലാത്ത പ്രഭാതത്തിലെ ചുവന്ന രശ്മി പതിച്ച്, എന്താണ് പ്രഭാതത്തിൽ നല്ല ചുവന്ന രശ്മി പതിച്ച് തുടുത്ത താമരപ്പൂ പോലെയാണ് രാജാവിന് ആരുടെ കയ്യെ തോന്നിയത്? കുട്ടി. മാത്രമല്ല ഈ കുട്ടിയുടെ കൈകളിൽ എന്തുണ്ട്? നിങ്ങൾക്കറിയാം ശംഖും ചക്രവും ഒക്കെ ഉള്ളതാണ് എന്ത്? ചക്രവർത്തി ലക്ഷണം. ഈ ചക്രവർത്തി ലക്ഷണവും കുട്ടിയുടെ കൈകളിൽ ആര് കണ്ടു? രാജാവ്. അപ്പം ഞാൻ ഈ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. കളിക്കോപ്പേൽക്കാനായി കുതുകമൊടു നീട്ടിയിടിന കരം വിളക്കി ചേർത്തോണം വിരൽ നിര ഞെരിങ്ങി തൊടുകയാൽ വിളങ്ങുന്നു രാഗം കൃഷം എഴും ഉഷസ്സിൽ ദലകുല തെളിഞ്ഞിടാതൊന്നായി വിടരുമൊരു തണ്ടാർ മലര് പോലെ. വായിച്ചാൽ ആശയം മനസ്സിലാവൂലേ? ഇല്ലേ? കളിക്കോപ്പേൽക്കുന്നതിന് വേണ്ടിയാണ് കൈ നീട്ടിയത്. കൈയുടെ വിരലുകളുടെ പ്രത്യേക വിളക്കി ചേർത്തോണം ആണ് വിരലിൻ്റെ നിര എന്താണ് ഞെരിങ്ങിയാണ് കാണപ്പെടുന്നത്. മാത്രമല്ല കയ്യിൽ എന്താണ് നല്ല ചുവന്ന നിറത്തിലുള്ളത്. ഈ ചുവന്ന നിറത്തിൽ കാണപ്പെടുന്ന ഈ കൈ കണ്ടപ്പോൾ എന്ത് തോന്നി? പ്രഭാതത്തിൽ ഇതളുകളൊക്കെ എന്താണ് അല്പം ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ താമര പൂവിനോടാണ് രാജാവ് ആരുടെ കൈകളെ ഓർമ്മിച്ചിരിക്കുന്നത്? കുട്ടിയുടെ കൈ. അങ്ങനെ മനോഹരമായിട്ടുള്ള ആ വിരലുകൾ ആ കൈയുടെ ഉൾഭാഗം ആര് കണ്ടു? രാജാവ് കണ്ടു. പെട്ടെന്ന് രണ്ടാം താമസി. അപ്പൊ രണ്ടാം താമസിയുടെ പേര് ഇവിടെ പറയാണ്. രണ്ടാം താമസി സുഹൃതേ, ഇവൻ വാക്കുകൊണ്ട് തൃപ്തിപ്പെടുന്നവനല്ല, അതുകൊണ്ട് നീ നിന്റെ പർണശാലയിൽ ചെന്ന് മാർക്കണ്ഡേയന്റെ ചായം വെച്ച മൺമയിലിനെ എടുത്തുകൊണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ് വേറൊരു കളിപ്പാട്ടം കൊടുക്കാം. അതുകൊണ്ട് പറയാണ് രണ്ടാം താമസി. അപ്പോൾ ഒന്നാം താമസിയുടെ പേരെന്താണ്? സുഹൃതം. പറയാണ് സുഹൃത്ത് പറയണം നീ എന്ത് ചെയ്യണം? നീ ആശ്രമത്തിൽ ചെന്ന് മാർക്കണ്ഡേയൻ എന്ന് പറയുന്ന ആ മുനികുമാരൻ്റെ എന്ത് ചെയ്യണം? ചായം വെച്ച മൺമയിലിനെ എടുത്തുകൊണ്ട് വരും. അപ്പോൾ എടുത്തുകൊണ്ട് വന്ന് ആർക്ക് കൊടുക്കണം? ആർക്ക്? സർവ്വധമനന് കൊടുത്താലേ സർവ്വധമനെ ആരെ വിട്ടുകൊടുക്കുള്ളൂ? സിംഹക്കുട്ടിയെ വിട്ടു. അപ്പോൾ സുഹൃത്ത് പറയണം നീ പോയി എന്ത് ചെയ്യും? നീ പോയി ആ മൺമയിലിനെ എടുത്തുകൊണ്ട് വരൂ. ഒന്നാം താമസി അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒന്നാം താമസി പോകും. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. അടുത്ത ബാലൻ. അതുവരെ ഞാൻ ഇവനെ കൊണ്ട് തന്നെ കളിക്കും. എനിക്ക് ആ കളിപ്പാട്ടം കിട്ടുന്നതുവരെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ മൺമയിലില്ല, ഞാൻ ഈ സിംഹക്കുട്ടി വെച്ച് തന്നെ കളിക്കും. സിംഹക്കുട്ടിയെ ഞാൻ പിടിവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് ആരെ കൊണ്ട് തരണം? എനിക്ക് മൺമയിലിനെ കൊണ്ടുവന്ന് തന്നാൽ, ഈ മയിലിനെ കൊണ്ടുവന്ന് തന്നാലേ ഞാൻ എന്ത് ചെയ്യും? ഈ ആരെ വിടുകയുള്ളൂ? ഞാൻ ഈ സിംഹക്കുട്ടിയെ വിട്ടുകൊടുക്കുള്ളൂ. രാജാവ് ഈ ദുസ്സാമർത്ഥ്യക്കാരൻ കുട്ടിയോട് എനിക്ക് എന്തെന്നില്ലാത്ത സ്നേഹം. രാജാവിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹം കൂടുതലായിട്ട് ആരുടെ മനസ്സിലേക്ക് തോന്നുന്നുണ്ട്? രാജാവിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തോന്നുന്നു. ആ കുട്ടിയെ ഭയങ്കരമായിട്ട് ശരിക്കും തൻ്റെ മകനായിരുന്നെങ്കിൽ എന്ന് ഭയങ്കരമായിട്ട് ആര് ആഗ്രഹിക്കുന്നുണ്ട്? ദുഷ്യന്ത മഹാരാജാവ് ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത നാലാമത്തെ ശ്ലോകമാണ് നോക്കാം. അപ്പം ഈ അടുത്ത കുട്ടിയുടെ ഓരോരോ കാര്യങ്ങളായിട്ടാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. അടുത്തത് പല്ലിൻ മുട്ടുകൾ ഹേതുവെന്നിയെ ചിരിച്ചൽപ്പം തെളിച്ചും രസിച്ചുല്ലാസത്തോടു ചൊല്ലിയും ചില വചസവ്യക്ത മുക്താക്ഷരം അംഗത്തിൽ കുതുകമുടേറി അമരും ബാലന്റെ പൂമേനിയിൽ കണ്ടും പങ്കമണഞ്ഞിടുന്നു സുഹൃതം ചെയ്തോട് ധന്യം ജനം. ഒന്നുകൂടി ഞാൻ വായിക്കാം. പല്ലിൻ മുട്ടുകൾ ഹേതുവെന്നിയെ ചിരിച്ചൽപ്പം തെളിച്ചു. പല്ലിൻ മുട്ടുകൾ എന്നാൽ നല്ല പിച്ചിപ്പൂവിൻ്റെ മുട്ടുകളോട് സാദൃശ്യപ്പെട്ടിരിക്കുകയാണ് പല്ലുകൾ. അതുപോലെയുള്ള വെളുത്ത നല്ല പല്ലുകൾ അല്ല, നമ്മൾ കൊച്ചിരി പല്ലെന്നൊക്കെ പറയും. പല്ലിൻ മുട്ടുകൾ ഹേതുവെന്നി, ഒരു കാരണമില്ലാതെ ചിരിച്ചിരിക്കുക. മനസ്സിലായി? പല്ലിൻ്റെ ഭംഗി നമ്മളൊക്കെ കാണുമെന്നൊന്നും വിചാരിച്ചല്ല. പല്ലിൻ മുട്ടുകൾ ഹേതുവെന്നിയെ ചിരിച്ചപ്പം തെളിപ്പം. ചിരിച്ചപ്പം രാജാവ് ആരുടെ പല്ലുകൾ കണ്ടു? കുട്ടിയുടെ പല്ലുകൾ. അപ്പോൾ കുട്ടിയുടെ പല്ലുകൾ ഏതിനോടാണ് പെട്ടെന്ന് രാജാവിന് തോന്നിയത്? ശരിക്കും മുട്ടുകളോടാണ് അല്ലേ? മുല്ലമുട്ടോ പിച്ചുമുട്ടോ ഒക്കെ പോലെയാണ് ആർക്ക് തോന്നിയത്? രാജാവിന് തോന്നിയത്. പല്ലിൻ മുട്ടുകൾ ഹേതുവെന്നിയെ ചിരിച്ചൽപ്പം തെളിച്ചും. അടുത്ത പറയുന്നത് രസിച്ചുല്ലാസത്തോട് ചൊല്ലും.
രസിച്ച് വളരെ സന്തോഷത്തോടുകൂടി എന്തൊക്കെയോ പറയുന്നത്. പക്ഷെ പറയുന്ന വാക്ക് നമുക്കറിയാം, കൊച്ചുകുട്ടികളുടെ വാക്കുകൾ പറയുന്ന വാക്കുകൾ എന്താണ് നല്ല കേൾക്കാൻ ഭയങ്കര ഇമ്പമാണെങ്കിൽ അതൊരിക്കലും വ്യക്തമല്ല അല്ലേ, വ്യക്തമല്ലാത്ത രീതി വളരെ രസം. നമുക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ചിലപ്പോൾ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും അല്ലേ. അതുപോലെ നോക്കിയോ, രസിച്ചുല്ലാസത്തോട് ചൊല്ലുക പറയും. ചില വജസ് എന്ന് പറഞ്ഞാൽ വാക്ക്, അവ്യക്ത മുക്താക്ഷരം. മനസ്സിലായോ? വജസ് അവ്യക്തം, എന്താ വ്യക്തമല്ല, പറയുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും. പക്ഷെ നല്ല മുക്താക്ഷരം, നല്ല മനോഹരം ഭംഗിയുള്ള, കേൾക്കാൻ വളരെയധികം ഇമ്പമുള്ള വാക്കുകളാണ് ആരുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്? സർവ്വധമനിയുടെ വായിൽ നിന്ന്. വജസ് അവ്യക്ത മുക്താക്ഷരം. ഇനി അടുത്തത് നിങ്ങൾക്കറിയാം, കുട്ടികൾ നിങ്ങൾക്കറിയാം ചെളിയിലും അവിടെയൊക്കെ ഓടി ചാടി നടന്ന് കളിച്ച് കയ്യിൽ കാലിലൊക്കെ ചെളിയൊക്കെ ആയിക്കൊണ്ട് ഓടി വന്ന്, അപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകാനൊക്കെ ഡ്രസ്സ് ചെയ്തിരുന്നാൽ ഓടി വന്ന് നമ്മുടെ മടിയിൽ കയറി. അപ്പോൾ മടിയിൽ കയറി ഇരിക്കുമ്പോൾ സാധാരണ കുട്ടികളുടെ കാലിലെ ചെളിയും അഴുക്കൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ ദേഹത്ത് പറ്റും. ആ ദേഹത്ത് പറ്റിയാൽ പോലും ഒരിക്കലും എന്ത് ചെയ്യാറില്ല, മാതാപിതാക്കൾ ഒരു സുഹൃതമായിട്ടാണ് കാണുന്നത്, പുണ്യമായിട്ടാണ്. അത്രമാത്രം ഭാഗ്യം തൻ്റെ മക്കളിലൂടെ ആരനുഭവിക്കുന്നുണ്ട്? അച്ഛനമ്മയെ അനുഭവിക്കുന്നുണ്ട്. അടുത്ത വരികൾ നോക്കിയോ, അംഗത്തിൽ കുതുകമോടേറി അമരും. അംഗം എന്ന് പറയുന്നത് ഇവിടെ മടിത്തട്ട് എന്നാണ്. മനസ്സിലായി? അംഗത്തിന് യുദ്ധം എന്ന അർത്ഥമുണ്ട്, ഇവിടുത്തെ അർത്ഥം മടിത്തട്ട്. അംഗത്തിൽ കുതുകമോടേറി വളരെ താല്പര്യത്തോടുകൂടി ഓടിച്ചാടി കളിച്ചിട്ട് ഓടി വന്ന് എന്ത് ചെയ്യാണ്? അമ്മയുടെയോ അച്ഛൻ്റെയോ മടിയിൽ എന്ത് ചെയ്യും? മക്കൾ കയറി ഇരിക്കാറുണ്ട്. അംഗത്തോട് കുതുകമോടേറി അമരും ബാലന്റെ. ഇവിടെ ബാലൻ ആരാണ്? സർവ്വധമനൻ. സർവ്വധമനെയാണ് രാജാവ് ഉദ്ദേശിക്കുന്നത്. സർവ്വധമന്റെ പൂമേനിയിൽ, പൂമേനി പൂ പോലെ മൃദുലമാണ് ആരുടെ ശരീരം? ആരുടെ? കുട്ടിയുടെ. പൂമേനിയിൽ തങ്കും. പങ്കം എന്ന് പറഞ്ഞാൽ ചെളി, അഴുക്ക് അല്ലെ, കാലിലൊക്കെ പറ്റിയിരുന്ന ചെളിയോ അഴുക്കും ഒക്കെ എന്താണ് ആരുടെ ദേഹത്ത് പറ്റിയാൽ? അച്ഛൻ്റെ അമ്മയുടെയും ദേഹത്ത് പറ്റിയാൽ സുഹൃതം ചെയ്തുകൊണ്ട് ധരിക്കും. അങ്ങനെ ആർക്കാണോ അനുഭവം ഉണ്ടായിട്ടുള്ളത്, ആ അനുഭവം ഉണ്ടായിട്ടുള്ളവർ എങ്ങനെയുള്ളവരാണ്? സുഹൃതം ചെയ്തവരാണ്. തീർച്ചയായിട്ടും സുഹൃതം ചെയ്തവരാണ് എന്നാണ് ആരുടെ ധാരണ? രാജാവ്. ശരിക്കും എന്താണ്? അതിന് ശരിക്കും സുഹൃത്തം തന്നെ. മാത്രമല്ല ഇത്രയും കോമളവും അതുപോലെ ഇത്രയും മിടുക്കനും അല്ലേ കുസൃതി നടന്നതുമായിട്ടുള്ള കുട്ടിയെ ഭയങ്കരമായിട്ട് ആര് ഇഷ്ടപ്പെടുന്നു? രാജാവ് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മൾ പഠിച്ച 4ാമത്തെ ശ്ലോകമാണ്. ഈ 1, 2 ശ്ലോകം 3 ശ്ലോകം വളരെ ബുദ്ധിമുട്ടുള്ള ശ്ലോകങ്ങളല്ല. അതുകൊണ്ട് ശ്ലോകങ്ങൾ നന്നായിട്ട് വായിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ മനസ്സിലായല്ലോ, പല്ലിൻ മൊട്ടുകളാണ്. പല്ലുകളിൽ ഏതാണ്? പല്ലിൻ മൊട്ടുകളായിട്ടും പിന്നെ അതുപോലെ തന്നെ ഒരു കാരണവുമില്ലാതെ ചിരിച്ചപ്പോൾ ആ പല്ലുകൾ പുറത്തേക്ക് കണ്ടു. ആ പുറത്തേക്ക് കണ്ടു മാത്രമല്ല കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. സംസാരിച്ച കാര്യങ്ങൾ എന്താണ്? അവ്യക്തവും മനോഹരവുമായ വാക്കുകളാണ് പറഞ്ഞത്. കുട്ടി ഓടിച്ചാടി കളിച്ചതിന് ശേഷം ഓടി വന്ന് എന്ത് ചെയ്തു? അച്ഛൻ്റെയോ അമ്മയുടെയോ മടിയിലേക്ക് കയറിയാൽ അവരുടെ കാലിലുള്ള പറ്റിയിരുന്ന ചെളി അവരുടെ ദേഹത്ത് പറ്റിയാൽ അത് എന്തായിട്ടാണ് കാണുന്നത്? സുഹൃതം. അങ്ങനെ എന്താണ്? ശരിക്കും ഭാഗ്യം ചെയ്തവരാണ് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും എന്നുള്ളൊരു ചിന്താഗതിയാണ് ആരുടെ മനസ്സിലിപ്പോൾ ഉള്ളത്? ഋഷിൻ്റെ മനസ്സിൽ. അപ്പോൾ ഈ 4ാമത്തെ ശ്ലോകം വായിച്ച് മനസ്സിലാവും. ഇനി അടുത്ത് ഒരു ശ്ലോകം കൂടെ പറഞ്ഞിട്ട് നോക്കാം. താമസി ആകട്ടെ ഇവൻ എന്നെ കൂട്ടാക്കുന്നില്ല. ഇരുപുരവും തിരിഞ്ഞു നോക്കിയിട്ട് ആരാ അവിടെ? ഋഷികുമാരന്മാരോടുകൂടി രാജാവിനെ കണ്ടിട്ട്. ഭദ്ര എന്ന് ശ്രേഷ്ഠ എന്നാണ് അർത്ഥം. ഇങ്ങോട്ട് വരണേ, ഇതാ ഇവൻ കളിയായിട്ട് സിംഹക്കുട്ടിയെ മുറുകെ പിടിച്ച് വലിച്ചു പിടിക്കുന്നു. ഒന്ന് പിടിയിക്കണേ. അയ്യോ അവിടെയൊക്കെ ചുറ്റുമൊക്കെ നോക്കി അയ്യോ കുഞ്ഞുകുമാരന്മാർ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ പെട്ടെന്ന് ആരെ കാണും? രാജാവിന്. അയ്യോ ശ്രേഷ്ഠ ഒന്ന് ഇങ്ങോട്ട് വരണേ, ഇവനെ എന്ത് ചെയ്യണം? ഒന്ന് ഈ സിംഹക്കുട്ടിയെ ഒന്ന് പിടിച്ചു തരണേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് എന്ത് ചെയ്യണം? രാജാവ് ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വേഗം രാജാവ് ഇവരുടെ സമീപത്തേക്ക് ചെല്ലുകയാണ്. നാടകമാണ് ഇതൊക്കെ. അഭിനയത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് ഒരു നാടകത്തിൻ്റെ ഭാഗമാണെന്ന് എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വരണം. രാജാവ് അങ്ങനെ തന്നെ അടുത്ത് ചെല്ലുന്നു പുഞ്ചിരിയോടുകൂടി. മഹർഷി ബാലക. അപ്പോൾ സാധാരണ ആശ്രമത്തിലുള്ള ഒരു കുട്ടിയെ എന്തെന്നേ വിളിക്കാൻ പറ്റൂ? മഹർഷി ബാലക എന്ന് വിളിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ പറയാണ് അയ്യോ മഹർഷി ബാലക. ഇനി അടുത്തത് 5ാമത്തെ ശ്ലോകമാണ്. അടുത്തത് അപ്പോൾ സാധാരണ നമ്മൾ ആശ്രമം എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര നിശബ്ദമായിരിക്കും. അവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് അങ്ങനെയുള്ള യാതൊരു വിധമായിട്ടുള്ള ടെൻഷനും ഇല്ലാതെ ശാന്തിയും സമാധാനവും നമുക്ക് കിട്ടുന്നൊരു സ്ഥലമാണ് അല്ലേ. പക്ഷെ അതിന് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ ആര് കണ്ടത്? ഋഷിൻ്റെ മഹാരാജാവ് കണ്ടത്. അതുകൊണ്ടാണ് ഈ ശ്ലോകം ഇവിടെ പറഞ്ഞിരുന്നത്. തെറി കാട്ടി ആശ്രമ വിരുദ്ധ വൃത്തി ചെറുപാമ്പ് ചന്ദന മരത്തിനെന്ന പോൽ വെറുതെ വിശുദ്ധതര സത്വസൗമ്യമാം പിറവിക്ക് ദോഷമുളവാക്കി വെക്കില്ല. എന്താണ്? തെറി കാട്ടി, കുസൃതി കാട്ടി. നീ ഇതുപോലുള്ള കുസൃതികളെ കാട്ടി നീ ഇവിടെ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ആശ്രമത്തിന് വിരുദ്ധമായ, ആശ്രമത്തിനെതിരായിട്ടുള്ള പ്രവൃത്തിയാണ് നീ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം സാധാരണ ആശ്രമത്തിൽ ചന്ദനമരം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം വളരെ സൗമ്യവും അതുപോലെ തന്നെ നമുക്ക് വളരെ കുളിർമയുള്ളതും ഒക്കെ ആയിട്ടുള്ളൊരു വൃക്ഷം. അപ്പോൾ ഇവിടെ ചെറുപാമ്പ് ചന്ദനമരത്തിനെന്നപ്പോൾ അപ്പോൾ ആ ചന്ദനമരത്തിൽ ഒരു ചെറുപാമ്പ് ചുറ്റിയാൽ അത് ശരിക്കും ഒരിക്കലും ഒരു ആശ്രമത്തിൻ്റെ ആ ഒരു അന്തരീക്ഷത്തിന് യോജിക്കുന്നതല്ല. ചെറുപാമ്പ് ചന്ദനമരത്തിനെന്നപ്പോൾ അപ്പോൾ ഇവിടെ എന്താണ്? ആശ്രമത്തെയാണ് ചന്ദനമായിട്ട് സങ്കല്പിച്ചിരുന്നത്. ചെറുപാമ്പ് എന്ന് പറയുന്നത് ഇവിടെ ആരും സർവ്വധമനാണ്. അപ്പോൾ
ആശ്രമത്തിന് യോജിച്ച പ്രവർത്തികളല്ല ആരിൽ നിന്ന് കാണുന്നത് ഈ കുട്ടിയിൽ. അപ്പോൾ ചന്ദനമരത്തിൽ ആര് ചുറ്റിപ്പണഞ്ഞ് ഒരു ചെറുപാമ്പ് ചുറ്റിപ്പണഞ്ഞാൽ അത് ആ ചന്ദനമരത്തിൻ്റെ എന്താണ് ശുദ്ധി നഷ്ടപ്പെട്ടു. അപ്പോൾ ശരിക്കും ആ ശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നൊരു പ്രവർത്തിയാണ് ആരിൽ നിന്ന് കാണുന്നത്? ആരിൽ നിന്ന് കാണുന്നത്? സർവ്വധമനിൽ നിന്ന് കാണുന്നു. തെറികാട്ടി ആശ്രമ വിരുദ്ധ വൃത്തി പ്രവർത്തി. നീ ചെറുപാമ്പ് ചന്ദന മരത്തിനെന്നപ്പോൾ, ചെറിയൊരു പാമ്പ് എന്തിനെന്നപ്പോൾ? ചന്ദന മരത്തിനെന്നപ്പോൾ. വെറുതെ വിശുദ്ധ തര സത്വസൗമ്യമാം അല്ലേ? ശരിക്കും ആശ്രമത്തിൻ്റെ സൗമ്യവും അല്ലേ സൗമ്യമായിട്ടുള്ള പ്രവൃത്തികൾക്ക് മുഴുവൻ, അതായത് ആശ്രമത്തിലുള്ള മനുഷ്യരും അതുപോലെ തന്നെ അവിടെയുള്ള ജന്തുജാലങ്ങളും എല്ലാം വളരെ ശാന്ത സ്വഭാവമുള്ളവരാണ്. അപ്പോൾ ആ ശാന്ത സ്വഭാവത്തിന് എതിരായിട്ട് വെറുതെ വിശുദ്ധ തര സത്യസൗമ്യമാം പിറവിക്ക് ദോഷമുളവാക്കി വെക്കണം. ഒരിക്കലും നീ നിന്റെ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും ആശ്രമത്തിൻ്റെ ഈ നേരായ നടത്തത്തിന് യാതൊരുവിധമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. അപ്പോൾ ശുദ്ധവും സൗമ്യവുമായിട്ടുള്ള ചന്ദനമരത്തിൽ പാമ്പിൻ കുഞ്ഞ് ദുഷിപ്പിക്കുന്നത് പോലെ നീ ഇപ്രകാരമുള്ള കുസൃതികൾ ചെയ്ത് ഒരിക്കലും നീ എന്ത് ചെയ്യരുത്? മഹർഷി വംശത്തെ ദുഷിക്കും. അപ്പോൾ നിന്റെ പ്രവർത്തികൾ കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്? ഈ ആശ്രമത്തിനോ ആശ്രമ പരിസരത്തിനോ യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. അപ്പോൾ ഇവിടെ പാമ്പായിട്ട് സങ്കല്പിച്ചിരിക്കുന്ന ആരെയാണ്? സർവ്വധമനിയെയും ആശ്രമത്തിൻ്റെ ആ ഒരു അതായത് ആശ്രമത്തിൻ്റെ ഒരു ചാരുതയും അതുപോലെ തന്നെ സൗമ്യവുമായിട്ടുള്ളൊരു ഭാവമാണ് ആർക്ക് കൊടുത്തിരിച്ചത്. അപ്പോൾ മനസ്സിലാവുമല്ലോ, ചെറുപാമ്പ് ചന്ദനമരത്തിൽ ചുറ്റിപ്പണഞ്ഞ് ആശ്രമത്തിൻ്റെ ആ നല്ല പ്രവർത്തികൾക്ക് ഒരിക്കലും നിൻ്റെ ഈ കുസൃതി നടന്ന പ്രവർത്തികൾക്ക് ഒരിക്കലും ഒരു ദോഷവും ഉണ്ടാവരുത് എന്നുള്ള രീതിയിലാണ് ഇവിടെ ആര് പറയുന്നത്? ഈ കുട്ടിയുടെ പ്രവൃത്തി രാജാവ് പറഞ്ഞു. അപ്പോൾ ഒന്നുകൂടെ ഞാൻ വായിക്കാം. തെറി കാട്ടി ആശ്രമ വിരുദ്ധ വൃത്തി, ആശ്രമത്തിന് വിരുദ്ധമായ പ്രവൃത്തി നീ ആരാണ്? സർവ്വധമനൻ. ചെറുപാമ്പ്, ചെറിയൊരു പാമ്പ് ചന്ദനമരത്തിനെന്നപ്പോൾ, ഒരു ചെറിയ പാമ്പ് ചന്ദനമരത്തിൽ ചുറ്റിപ്പണഞ്ഞ് കിടന്നാൽ അതൊരിക്കലും അതൊരിക്കലും നല്ലൊരു കാഴ്ചയായിട്ട് നമുക്ക് തോന്നില്ല. വെറുതെ വിശുദ്ധ തര സപ്തസൗമ്യമ, ഒരിക്കലും അതെന്താണ് ശരിക്കും അതിന് സൗമ്യമായിട്ടുള്ള പ്രവൃത്തിയാണ് അല്ലേ? ഒരിക്കലും നമ്മളിങ്ങനെ ഒരു ആശ്രമത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് ഒരു മരത്തിൽ ഇങ്ങനെ ഒരു പാമ്പൊക്കെ ചുറ്റിയിരിക്കുമ്പോൾ നമ്മുടെ മനസ്സങ്ങാകം എടുത്തു. ഒരിക്കലും നമ്മുടെ മനസ്സിന് യോജിക്കുന്നൊരു പ്രവൃത്തിയല്ല. വെറുതെ വിശുദ്ധ തര സപ്തസൗമ്യമ പിറവിക്ക് ദോഷം ഉളവാക്കി വെക്കില്ല. അപ്പോൾ രാജാവ് വിചാരിച്ചിരിക്കുന്ന ഈ കുട്ടി ആരാണ്? ഈ കുട്ടി മഹർഷി ബാലകനാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഒരിക്കലും നീ എന്ത് ചെയ്യരുത്? മഹർഷിമാരുടെ വംശത്തിന് യാതൊരു വിധമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത്. നിന്റെ പ്രവൃത്തിയോട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. അടുത്തത് ഇത്രയാണ്. അപ്പോൾ ഇത് 5ാമത്തെ ശ്ലോകമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. താപസി ഭദ്ര, ഇവൻ മഹർഷിബാലനല്ല. പെട്ടെന്ന് താപസിയാണ്, അയ്യോ ശ്രേഷ്ഠ ഇതാരല്ല, ഇവൻ മഹർഷിബാലനൊന്നുമല്ല. രാജാവ് ആദ്യം ഇവൻ്റെ ആകൃതിക്ക് ചേർന്ന പ്രകൃതി കൊണ്ട് തന്നെ അറിയാം. അത് ഇവനെ കണ്ടാൽ തന്നെ അറിയാം. ഇവൻ്റെ കുസൃതി നിറഞ്ഞ പ്രവർത്തികൾ ഇവനെ കാണുമ്പോൾ തന്നെ അറിയാം ഇവൻ ആരല്ല എന്ന്, മഹർഷിബാലനല്ല എന്ന് അറിയാം. സ്ഥലഭേദം കൊണ്ട് ഞാൻ ശനിച്ചു പോയി. നമുക്കറിയാം ആശ്രമത്തിൽ വെച്ചൊരു കുട്ടിയെ കണ്ടാൽ നമ്മൾ എന്ത് വിചാരിക്കും? ഇതൊരു മഹർഷിബാലനാണ് എന്ന് വിചാരിക്കും. പക്ഷെ ഇവൻ ആരല്ല, ഇവൻ മഹർഷിബാലൻ അല്ല. സ്ഥലഭേദം കൊണ്ട് ഞാൻ ശങ്കിച്ചു പോയതാണ്. പറഞ്ഞതുപോലെ ബാലനെ വിലക്കിയിട്ട് ബാലനോട് പറഞ്ഞു നീ അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇങ്ങനെ മാറ്റാൻ വേണ്ടി പെട്ടെന്ന് കുട്ടിയുടെ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ ആ സ്പർശന സുഖം അനുഭവിക്കുന്നു രാജാവ് അല്ലെ? പെട്ടെന്ന് ആ സ്പർശന സുഖം രാജാവ് അനുഭവിക്കുന്നുണ്ട് അല്ലേ? ആ സ്പർശന സുഖം നമുക്ക് നാടകത്തിൽ നമ്മൾ അങ്ങനെ രാജാവ് അഭിനയിച്ച് കാണിക്കണം. ആ സ്പർശന സുഖം രാജാവിൻ്റെ പെട്ടെന്ന് ആ മുഖത്ത് എന്ത് ചെയ്യും? ആ സ്പർശന സുഖം വ്യക്തമാകുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ വായിച്ചു നോക്കണം. നമ്മൾ 5 ശ്ലോകം വരെ എന്ത് ചെയ്തു? ഏകദേശം എടുത്തു. ഇനി 6ാമത്തെ ശ്ലോകം, 5 ശ്ലോകം. അപ്പോൾ പെട്ടെന്ന് തന്നെ രാജാവിന് മനസ്സിലാവും ഇവനെ എനിക്ക് അറിഞ്ഞുകൂടാ, ഇവൻ്റെ ഗോത്രം അറിഞ്ഞുകൂടാ, ഇവനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാതെ തന്നെ എനിക്ക് ആരെ കണ്ടപ്പോൾ, ഈ കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ എന്ത് തോന്നി? ഒരു പുത്രസ്നേഹമാണ്. ആ പുത്രസ്നേഹം തോന്നിയെങ്കിൽ അതെന്താണ് അതിൻ്റെ കാരണം എത്ര ചിന്തിച്ചിട്ടും ആർക്കും മനസ്സിലാവുന്നില്ല, രാജാവിന് മനസ്സിലാവുന്നില്ല. ഇനി 6ാമത്തെ ശ്ലോകമാണ് നോക്കുവാണ്. ഗോത്രാദി ഒന്നും അറിയാതെ എനിക്കിവൻ്റെ, എനിക്ക് വായിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വ്യക്തമായിട്ട് വായിക്കുന്നത്. ഗോത്രാദി ഒന്നും അറിയാതെ എനിക്കിവൻ്റെ ഗാത്രങ്ങളിൽ തൊടുകയാൽ സുഖമിത്രമാത്രം, എത്രയ്ക്ക് വേണം ഇവനെ പ്രതിപത്തിയോടെ പുത്രത്വമോർത്ത് പുണരുന്നൊരു പുണ്യം. അതുപോലെ വളരെ എളുപ്പമുള്ളൊരു ശ്ലോകമാണ്. ഗോത്രാദി, ഇവൻ്റെ വംശമൊന്നും ഇവ ഏത് ഗോത്രത്തിലാണ് പറഞ്ഞതെന്നോ ഇവൻ്റെ വംശം ഏതാണെന്നോ ഒന്നും എനിക്കറിഞ്ഞു. ഗോത്രാദി ഒന്നും അറിയാതെ എനിക്കിവൻ്റെ, ഞാനാരാണ്? ദുഷ്യൻ. എനിക്ക് ഇവനാരാണ്? സർവ്വധമൻ. ഇവൻ്റെ ഗാത്രങ്ങളിൽ തൊടുക. നിങ്ങൾക്കറിയാം വപസ്, ഗാത്രം, മേനിയൊക്കെ ഏതിൻ്റെ പര്യായമാണ്? ശരീരത്തിൽ. ഗാത്രങ്ങളിൽ, ഗാത്രം ശരീരത്തിൽ തൊടുകയാൽ ഞാനിപ്പോൾ അറിയാതെ എന്ത് ചെയ്തു? അവൻ്റെ കയ്യിലൊന്ന് തൊട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ സുഖം ഞാൻ അനുഭവിച്ചു. സുഖം ഇത്രമാണ്, വളരെയധികം സുഖം ഞാൻ അനുഭവിച്ചു. ഗാത്രങ്ങളിൽ തൊടുകയാൽ സുഖം ഇത്രമാത്രം, ഭയങ്കരമായിട്ടുള്ള ഒരു സ്പർശന സുഖം ഞാൻ അനുഭവിച്ചു.
എത്രയ്ക്ക് വേണം ഇവനെ പ്രതിപത്തി. ശരിക്കും ഇവൻ എൻ്റെ മകനല്ല, ശരിക്കും ഇവനെ മകനായി കണ്ട് ഇവനെ കെട്ടിപ്പിടിക്കുന്ന ഒരു അച്ഛനും അമ്മയ്ക്കും. എത്രയ്ക്ക് വേണം ഇവന് പ്രതിപത്തിയോടെ പുത്രത്വമോർത്ത് പുണരുന്നൊരു കുടുംബം. ശരിക്കും ഇവൻ്റെ അച്ഛനും അമ്മയും ആണെന്ന് കരുതിക്കൊണ്ട് ഇവനെ കെട്ടിപ്പിടിക്കുന്ന ഒരു അച്ഛനും അമ്മയ്ക്കും എത്രമാത്രം സ്പർശന സുഖമുണ്ട്. ഇവൻ എൻ്റെ മകനല്ല, ഞാനിവൻ്റെ ഇപ്പോൾ രാജാവ് അറിഞ്ഞുകൂടാ, ഇവൻ എൻ്റെ മകനല്ല. പക്ഷെ മകനല്ലായിരുന്നിട്ട് കൂടി ഞാനിവൻ്റെ കൈകളിൽ നിന്ന് സ്പർശിച്ചപ്പോൾ എനിക്ക് എന്തനുഭവപ്പെട്ടു? ഭയങ്കരമായിട്ടുള്ള സ്പർശന സുഖമാണ്. എന്നാൽ ശരിക്കും ഇവൻ സ്വന്തം മകനാണ് എന്ന് കരുതി ഏതൊരു അച്ഛനും അമ്മയാണോ ഇവൻ്റെ ഗാത്രത്തിൽ ശരീരത്തിൽ കെട്ടിപ്പിടിക്കുന്നത്, ആ കെട്ടിപ്പിടിക്കുന്ന അവസരത്തിൽ അവരനുഭവിക്കുന്ന സ്പർശന സുഖം എത്രമാത്രം വലുതായിരിക്കും എന്ന് ആര് ചിന്തിക്കുകയാണ് രാജാവ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഗോത്രാദി ഒന്നും അറിയാതെ എനിക്കിവൻ്റെ ഗാത്രങ്ങളിൽ തൊടുകയാൽ സുഖം ഇത്രമാത്രം, എത്രയ്ക്ക് വേണം ഇവൻ്റെ പ്രതിപത്തിയോടെ പുത്രത്വമോർത്ത് കൊണ്ടുവരുന്നത്. ശരിക്കും പുത്രനാണ് എന്ന് കരുതി കെട്ടിപ്പിടിക്കുന്ന ഒരു അച്ഛനും അമ്മയും അനുഭവിക്കുന്ന സ്പർശന സുഖം എത്രമാത്രം വലുതായിരിക്കും എന്ന് ചിന്തിക്കാൻ പോലും ആർക്ക് കഴിയുന്നില്ല രാജാവ്. അപ്പോൾ ഒന്നാമത്തെ 1, 2, 3, 4, 5, 6 ശ്ലോകം നമ്മളിന്ന് പറഞ്ഞു. 6 ശ്ലോകങ്ങൾ നിങ്ങൾക്ക് വായിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി നാടകത്തിലെ ഭാഗങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കണം. അപ്പോൾ ഇടയ്ക്ക് വരുന്ന ഭാഗങ്ങൾ ആരോട് പറഞ്ഞു, എന്തുകൊണ്ട് പറഞ്ഞു, സർവ്വധർമ്മം എന്നുള്ള പേരിൻ്റെ കാര്യം സൂചിപ്പിക്കുന്ന ആരാണോ, ഒന്നാം താപസിയാണോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് അല്ലേ. രാജാവ് മകനെ കണ്ടിട്ട് പറഞ്ഞ കാര്യം എന്താണ്, ചെറുപാമ്പ് എന്ന് പറയുന്നത് പറഞ്ഞിരുന്നത് ആരെയാണ്, ചന്ദനമല എന്തിനാണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയൊക്കെ കൊച്ചു കൊച്ചു ക്വസ്റ്റ്യൻസ് ഒരു സ്കോറിന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അത് വായിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചോദ്യങ്ങളും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങളിത് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് വായിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ എന്തൊക്കെ ഞാൻ നേരത്തെ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഉപയോഗം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്തിനാണ് ചോദിക്കുന്നത്, സർവ്വധർമ്മൻ്റെ കഥാപാത്ര നിരൂപണം, ഇവരുടെ സംഭാഷണം ആരോട് പറഞ്ഞു, എന്ത് പറഞ്ഞു, സർവ്വധർമ്മം എന്ന് പറയുന്ന പേര് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നാടകമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ഇതിൻ്റെ ഒരു ചെറിയൊരു നോട്ടായിട്ടൊക്കെ കുറിച്ചിരിക്കുക. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുകൾ വീണ്ടും കാണാം.